പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു രാത്രി കൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ദാനമായി നൽകിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി, കരുണയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ നിങ്ങളുമായിരുന്നെടുത്ത് അനുഭവിച്ചറിയുവാൻ ഈ പകലും സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചെങ്കിൽ നമ്മുടെ അധരങ്ങളെ തുറന്ന് അല്പസമയം അത് കരങ്ങളടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ ഭാരങ്ങളും വേദനകളും നിരാശകളും ആകുലതകളും നിറഞ്ഞ ലോകത്ത് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ നീതിയുള്ള വലങ്കരത്തിൽ താങ്ങുമെന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് പകലിലും താങ്ങി നടത്തിയെങ്കിൽ ഹല്ലേലൂയ. നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിക്കാമെന്ന് പറഞ്ഞ ദൈവം ഹല്ലേലൂയ. ശത്രു നിന്നെ തള്ളിയിടുവാൻ നോക്കിയപ്പോൾ, ശത്രുക്കളുടെ മുമ്പിൽ, വൈരിയുടെ മുമ്പിൽ ആമേൻ നിന്നെ നിർത്തുവാൻ ആമേൻ ഇടയായി തീർന്നെങ്കിൽ ഹല്ലേലൂയ. ഈ സന്ധ്യയെങ്കിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ആമേൻ ഹല്ലേലൂയ ആദരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല ദൈവം നാളിതുവരെ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയതോർത്താൽ എങ്ങനെ മൗനമായിരിക്കാൻ കഴിയും? ഇന്ന് പകലിലും പലരും കണ്ണുനീരിലും ദുഃഖത്തിലും അതേ പ്രതികൂലത്തിലും അകപ്പെട്ടപ്പോൾ ഹല്ലേലൂയ കരുണാമയനായ ദൈവം ഹല്ലേലൂയ അവിടുത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് നമ്മെ സൂക്ഷിച്ചെങ്കിൽ, അവിടുന്ന് നമ്മെ പരിപാലിച്ചെങ്കിൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. നമ്മെ കാണുവാൻ ഒരു പക്ഷേ നമ്മുടെ അടുത്ത് ആരും ഉണ്ടായിരിക്കത്തില്ല. നമ്മുടെ കഷ്ടത കണ്ടിട്ട് അകന്നു പോകുന്നവരായിരിക്കാം നമ്മുടെ ഒപ്പമുള്ളവര്. ഹല്ലേലൂയ. അത് നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന പലരും നമ്മൾ അഭിമുഖീകരിക്കുന്ന കഷ്ടതയിൽ പങ്കാളികൾ ആകുവാൻ അത് തയ്യാറാകില്ലായിരിക്കാം. എന്നാൽ വചനം പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാ. അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത് വരുന്ന ദൈവമാ, അടുത്ത തുണയാ. സ്നേഹിത, സഹോദര, സഹോദരി, മാതാവേ, കുഞ്ഞെ, നീ അഭിമുഖീകരിക്കുന്ന കഷ്ടതയ്ക്കകത്ത് ഇറങ്ങി വന്ന് കരം പിടിച്ച് ഉയർത്തി മാനിക്കുന്ന ഒരു നല്ല അപ്പൻ ഹല്ലേലൂയ അവന്റെ മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്നു. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ആർദ്രങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. മനം തകർന്നവർക്ക് അവൻ സമീപസ്ഥനാകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങുന്നവർക്ക് അവൻ സമീപസ്ഥനാണ്. അത് ഹൃദയം തകർന്ന അവസ്ഥയില്, ഹൃദയം നുറുങ്ങുന്ന അവസ്ഥയില് ആമേൻ വിവിധ വിഷയങ്ങൾ തിരമാലകൾ ഉയർന്നു പൊങ്ങുന്നത് പോലെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ആമേൻ തന്റെ മക്കളെ ആമേൻ അതേ മറക്കാതെ കണ്ട് അത് തന്റെ ചിറകിന്റെ കീഴിൽ കോഴി തൻ കുഞ്ഞിനെ മറയ്ക്കുന്നത് പോലെ കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ ഇന്ന് പകലിലും നമ്മെ വഹിച്ചെങ്കിൽ, ഇന്ന് പകലിലും നമ്മെ നടത്തിയെങ്കിൽ അതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. എല്ലാ കണ്ണുകളും അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അപ്പാ, അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഇന്ന് ഈ രാത്രിയിൽ അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായി അപ്പന്റെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. അവിടുന്ന് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നന്ദിയുള്ളവരായി പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ ആവശ്യമായ ഉയരത്തിലെ കൃപ അടികളുടെ മേൽ പകർന്നാട്ട് കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് അവരെ സഹായിച്ചാട്ട്. അനേക കുഞ്ഞുങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന ലോകത്ത് അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ അല്ലേ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ കർത്താവേ, കുഞ്ഞുങ്ങളുടെ മേൽ അവിടുത്തെ ആത്മാവിനെ പകരണമേ കർത്താവേ. ഹല്ലേലൂയ. അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ, അനേകരുടെ സ്നേഹം തണുത്തു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി കർത്താവേ, അനേക കുഞ്ഞുങ്ങൾ വിടുവിക്കപ്പെടേണ്ടതിന്, അനേക യൗവനക്കാർ വിടുവിക്കപ്പെടേണ്ടതിന്, അനേക പാപികൾ മനം തിരിയേണ്ടതിന്, പിന്മാറ്റക്കാർ മടങ്ങി വരേണ്ടതിന്, രോഗികൾ സൗഖ്യമാകേണ്ടതിന്, ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് അരുളി ചെയ്ത കർത്താവേ, അവിടുത്തെ വചനം ആമേൻ പ്രസംഗിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ കുടുംബമായി കർത്താവെ കുഞ്ഞുങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നു.
ഇടപെടുന്നു. കർത്താവേ, രോഗികളായി, ദുഃഖിതരായി, ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന ഘട്ടത്തിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി ഈ ലൈവിൽ ആമേൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഒരു ഗാനം പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. അതിനുശേഷം ആമേൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ വചന ശുശ്രൂഷയ്ക്കായി സമയങ്ങൾ വേർതിരിക്കുന്നതാണ്. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിന്ന് രാത്രി ഒരുമിച്ച് ചേർന്ന് പാടാം. എന്നെ നിത്യതയോടെ അടുപ്പിക്കുന്ന. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിയിൽ കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വലിയവനായ ദൈവം ഒരുക്കിയ മകൻ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രി ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാരംഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്നയോളം നമ്മെ നടത്തിയ, ഇന്നയോളം നമ്മെ പുലർത്തിയ നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ്. ഹല്ലേലൂയ. അവൻ എന്നും നമ്മുടെ കൂടെ മതിയായവനായി. ഹല്ലേലൂയ. ആവശ്യങ്ങളിൽ, ആമേൻ, അനർത്ഥങ്ങളിൽ, ഹല്ലേലൂയ, മതിയായവനായി കൂടെ ഇരുന്ന് നമ്മെ അത്ഭുതകരമായി നടത്തുന്ന, അതിശയകരമായി നടത്തുന്ന നല്ല നാഥൻ. ഹല്ലേലൂയ. ആ ഭാരമെല്ലാം ആമേൻ തന്റെ ചുമലിൽ വഹിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ആ ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ആ നിത്യജീവൻ നമുക്ക് നൽകി ആ നിത്യതയോട് അടുപ്പിക്കുന്ന ഓരോ നല്ല അനുഭവങ്ങൾ ആമേൻ നമ്മുടെ ജീവിതത്തിൽ നൽകി തന്ന നമ്മുടെ കർത്താവിനെ കരങ്ങൾ തട്ടി ഒരിക്കൽ കൂടെ ആരാധിക്കാം. ഹല്ലേലൂയ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും ആരാധ്യൻ
കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേയും നിൻമുഖമേ ഹൃദയത്തിനാനന്ദമേ. ഇന്ന് രാത്രി ആമേൻ നമ്മുടെ കണ്ണുകൾ നിറയുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ ശക്തനായവന്റെ കരം, ഹല്ലേലൂയ. അവിടുത്തെ ആ വചനം തേനിനെക്കാട്ടിലും കട്ടയെക്കാട്ടിലും മാധുര്യമേറിയ ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ. ഇന്ന് രാത്രി നിരാശയോടെ ആകുലതയോടെ ഭാരത്തോടായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം ഉതകുന്നതാകയാൽ അതേ സന്തോഷത്തോടെ വിശ്വാസത്തോടെ ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ട്, ഹല്ലേലൂയ, ആ ദൈവസന്നിധിയിൽ വസിക്കുവാൻ, ഹല്ലേലൂയ, ആ പാദങ്ങളൊന്ന് ചുംബിക്കുവാൻ ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ. കരുണയിൽ സമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി ഒരിക്കൽ കൂടെ അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേ സ്തുതിക്കുന്നു. തേനിനെക്കാട്ടിലും തെങ്കട്ടയെക്കാട്ടിലും മാധുര്യമേറിയ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി ഭക്ഷിപ്പാൻ ആർത്തിയോടെ, അതേ വിശപ്പോടെ, ആവശ്യഭാരത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോടും ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി കൃത്യമായി ഇടപെടുകയും സംസാരിക്കുകയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ എന്ന് അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് അങ്ങയുടെ വചനം പ്രഘോഷിപ്പാൻ അടിയന് കൃപ നൽകിയാണ്. ഇന്ന് രാത്രി ചില പാപികൾ മനം തിരിയുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, വിശുദ്ധൻ തന്നെ ശുദ്ധീകരിപ്പാൻ ഉതകത്തക്ക വിധത്തിൽ അവിടുത്തെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ദൈവം ഞങ്ങളെ നയിക്കണമേ. അവിടുത്തെ മർമ്മങ്ങൾ ഗ്രഹിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിയാണ്. ഭൂലോകമെമ്പാടുമുള്ള കർത്താവേ സകല ആമേൻ ദൈവമക്കളെയും കർത്താവേ അന്നവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇന്ന് രാത്രി പാപികൾ മനം തിരിയുവാൻ ഉതകുന്ന ദൈവവചനത്തിന്റെ ശക്തി, ഹല്ലേലൂയ, ചില വ്യക്തി ജീവിതങ്ങളെ സ്വാധീനിപ്പാൻ അവർ യേശുവിന് വേണ്ടി ഹൃദയം തുറക്കപ്പെടുവാൻ ഇടയാകട്ടെ. ഇന്ന് രാത്രി മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ചിരിച്ചുകൊണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥനയുടെ 31ാമത്തെ ദിനം, ആമേൻ, രാത്രിയിൽ ആമേൻ ബലത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ എന്നെ പ്രാപ്തനാക്കിയ കർത്താവിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി വചന ശുശ്രൂഷയ്ക്കായി സമയങ്ങൾ വേർതിരിക്കുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലുകയാണ്. ഇന്ന് രാത്രിയിലും ഒരു ചോദ്യത്തോടു കൂടെയാ ദൈവവചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ കർത്താവ് ചോദിക്കുകയാ, നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? ലോകം മുഴുവൻ കൊറോണ-19 മഹാമാരി അനേകരെ ഭയത്തിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇന്ന് രാത്രി ആമേൻ കടഭാരമാണോ, രോഗമാണോ, ദുഃഖമാണോ, ആവലാതിയാണോ, നാളെ എന്ത് എങ്ങനെ കുഞ്ഞിന്റെ ഭാവിയെ ഓർത്ത് നീ ഭാരപ്പെട്ടിരിക്കുകയാ, നീ ഭയപ്പെട്ടിരിക്കുകയാ? ആമേൻ. നിരാശ നിന്നെ ഭയത്തിലേക്ക് നയിക്കും കേട്ടോ. ആമേൻ. നിരാശപ്പെടേണ്ട. അതെ, പ്രത്യാശ നൽകുന്ന ജീവന്റെ വചനം ഇന്ന് രാത്രി നിന്റെ കാതുകളിൽ കേൾക്കുവാൻ ഇപ്രകാരം ക്രമീകരണം ഒരുക്കി ദൈവം നീ ഇരിക്കുന്നിടത്ത് ഈ ലൈവിലൂടെ ആ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ അവസരം ഒരുക്കിയിരിക്കുന്നത്. നിന്റെ നിരാശകൾ മാറി, നിന്റെ ആകുലതകൾ മാറി, നിന്നെ ഭയപ്പെടുത്തുന്ന അതേ സകല വിഷയത്തിനകത്ത് നിന്നും അതേ ഭയം കൂടാതെ പ്രത്യാശയോടെ ചുവട് വെക്കുവാൻ, ഉയരത്തിൽ അഭിഷേകം നിന്റെ മേൽ പകരുവാൻ ദൈവം ശക്തനായതുകൊണ്ട് ഇന്ന് രാത്രിയിലും അവന്റെ മാറ്റമില്ലാത്ത വചനം, ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനം ശൂന്യതകളെ ആമേൻ പണിയുവാൻ ശക്തിയുള്ളതാ. അസ്ഥികളെ ആമേൻ നിവർത്തി, അതെ ചേരേണ്ടതിനെ ചേരേണ്ടടുത്ത് ചേർത്തി, അതെ മാംസവും ത്വക്കും ആമേൻ ഞാടി ഞരമ്പും
ഞരമ്പുകളും വെച്ച് സൈന്യമായി നിർത്തുവാൻ ശക്തിയുള്ള ജീവന്റെ വചനം ഇന്ന് രാത്രി ആത്മാവിൽ ആമേൻ നിയോഗത്തോടെ വിളിച്ചു പറയുമ്പോൾ അത് ആമേൻ തർജ്ജനം ചെയ്യാതെ അത് ആമേൻ അംഗീകരിക്കുവാൻ, അനുസരിക്കുവാൻ, വിശ്വസിക്കുവാൻ ആര് തയ്യാറാകും? ചിതറിക്കിടക്കുന്ന മേഖലകൾ ആമേൻ ചേർന്ന് വരുവാനിടയാകും. വിയോജിച്ചിരിക്കുന്ന, വിഭജിച്ചിരിക്കുന്ന മേഖലകൾ ചേർന്ന് വരുവാനിടയാകും. ചില കുടുംബങ്ങൾ ഭിന്ന അഭിപ്രായത്തിലായിരിക്കുന്ന കുടുംബങ്ങൾ ആമേൻ അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നിസ്സാര കാര്യത്തിന് അത് അകന്നുപോയിരിക്കുന്ന ആമേൻ അത് ജീവിതങ്ങൾ ഇന്ന് രാത്രി നസ്രനായ യേശുവിൻ നാമത്തിൽ ആമേൻ ചേർന്ന് വരുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി വിശ്വസിക്കുന്ന അതേ കുടുംബങ്ങളിൽ വെളിപ്പെടുവാൻ പോകുക. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ഭയം കൂടാതെ ജീവിക്കുവാൻ ആമേൻ മനുഷ്യനെ ആമേൻ കരുത്തുള്ളവനാക്കി മാറ്റുന്ന സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി തന്റെ ആത്മാവിനാൽ എഴുതിയ വചനത്താൽ നമ്മെ ശക്തീകരിക്കാൻ പോകുകയാണ്. ആമേൻ മാറ്റി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ചില കുടുംബങ്ങളെ, ചില വ്യക്തികളെ ആമേൻ ദൈവം ഇന്ന് രാത്രി ഉയരത്തിൽ അഭിഷേകത്താൽ നിറയ്ക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധ്യാനിപ്പാനായി, ചിന്തിപ്പാനായി നൽകിയിരിക്കുന്ന വചനം മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 28-ാം വാക്യമാണ്. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം വായിക്കാം. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ. ഹല്ലേലൂയ. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ദേഹം നേടി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമാനാഥൻ നൽകിയിടും. ദേഹം ആത്മാവിൽ സമാധാന സന്തോഷം ദാനമാനാഥൻ നൽകിയിടും. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ. നല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ. നല്ലവൻ അവൻ വല്ലവൻ. വിടുതലെന്നും പ്രാപിക്കാം. വിടുതലെന്നും പ്രാപിക്കാം. ഇന്ന് രാത്രി വിടുതൽ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ആമേൻ ഒരു വിടുതൽ ആമേൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അതേ മൗനമായിരിക്കാതെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതേ പ്രാർത്ഥനയോടെ ഇരിക്കുന്നുവെങ്കിൽ ദേഹി ആത്മാവിൽ സമാധാനം കൊണ്ട് നിറയ്ക്കുവാൻ ശക്തനായവൻ അതേ ആയിരിക്കുന്നിടത്ത് ഇറങ്ങി വന്ന് ആമേൻ ഇന്ന് രാത്രി ആമേൻ നിന്നെ വിടുവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതേ ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ. ഹല്ലേലൂയ. അതേ ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടാതെ ആത്മാവിനെ കൊല്ലുവാൻ കഴിവില്ലാത്തവരെ അതേ ഭയപ്പെടേണ്ട. പിന്നെ ആത്മാവിനെയും ഹല്ലേലൂയ ശരീരത്തെയും നരകത്തിൽ നശിപ്പിക്കുവാൻ കഴിവുള്ളവനെ ഭയപ്പെടുക. ആരാണവൻ? ഹല്ലേലൂയ. ഇന്ന് രാത്രി ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഇന്ന് രാത്രി എത്ര പേർക്ക് ധൈര്യമുണ്ട്? അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്നവർ, ഭീരത്വത്തിന്റെ ആത്മാവിനെ അല്ല, ഇന്ന് രാത്രി ആത്മാവിനെ പ്രാപിച്ചവർ, ദൈവസഭയുടെ അംഗമായി മാറിയവർ, ആമേൻ, അതെ
ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിനെന്നുള്ള ആ വചനം വായിച്ച് പ്രാപിച്ച അഭിഷേകമുള്ളവർ ഇന്ന് രാത്രി ഒരുമിച്ച് പറഞ്ഞാട്ട്, കർത്താവ് എനിക്ക് തുണയാ. ഈ പ്രതികൂലത്തിന്റെ നടുവിലും ഈ പ്രതിസന്ധിയുടെ നടുവിലും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി വരുന്ന കർത്താവ് എനിക്ക് തുണയാ. ആ പ്രകൃതിയെ നോക്കി, ആ വെല്ലുവിളിയെ നോക്കി, ആമേൻ, ആ നിരാശയെ നോക്കി, ആ ആകുലതയെ നോക്കി, ആമേൻ, ഇന്ന് രാത്രി എത്ര പേർ പറയും കർത്താവ് എനിക്ക് തുണയാ? ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ, സാഹചര്യം നിനക്ക് എതിരായിരിക്കാം, പ്രതികൂലമായിരിക്കാം. അതെ, ആമേൻ, അതെ, പടകിന് അതെ നേരെ അലകൾ ഉയർന്നു പൊങ്ങിയതുപോലെ പല പ്രതികൂലങ്ങൾ, പല നിരാശകൾ, പല ആകുലതകൾ ജീവിതമാകുന്ന പടകിന് നേരെ ഉയർന്നു പൊങ്ങുന്നുണ്ടാകാം. ഇന്ന് രാത്രി നിനക്ക് അതിനെ മുമ്പിൽ നിൽക്കുവാനുള്ള കഴിവില്ലെന്ന് തോന്നാം, അതിനുള്ള പ്രാപ്തിയില്ലെന്ന് തോന്നാം, അതിനുള്ള വരുമാനമില്ലെന്ന് തോന്നാം, അതിനുള്ള ശേഷിയില്ലെന്ന് തോന്നാം. എന്നാൽ ശേഷിയില്ലാത്ത നിനക്ക് ഇന്ന് രാത്രി തുണയായി ഇറങ്ങി വരുന്ന ഒരു സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തുവിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും പ്രതികൂലത്തിന്റെ നടുവിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു ദൈവ പൈതലിന് തുണയായി, അതേ ബലമായി, ശക്തിയായി വെളിപ്പെട്ടു വരുവാൻ തക്കവണ്ണമിടയായി തീരും. അത് വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആകയാൽ കർത്താവ് എനിക്ക് തുണ. ആമേൻ. അടുത്തിരിക്കുന്നവർ തമ്മിൽ കരം കൊടുത്ത് പറ, ആമേൻ, കർത്താവ് എനിക്ക് തുണയാണ്. ഹല്ലേലൂയ. ഈ പ്രതികൂലത്തിന്റെ നടുവിലും ഈ പ്രതിസന്ധിയുടെ നടുവിലും ആമേൻ, തിരിഞ്ഞു നോക്കാത്തവരുണ്ടാകാം. ഹല്ലേലൂയ. മറന്നു കളഞ്ഞവരുണ്ടാകാം. ആമേൻ. അതേ, പരിമിതികൾ ഉള്ളവരുണ്ടാകാം. എന്നാൽ പരിമിതി ഇല്ലാത്ത ഒരു അപ്പൻ ഇന്ന് രാത്രി, ഹല്ലേലൂയ, അതേ, ഭാരപ്പെടുന്ന, വേദനയോടായിരിക്കുന്ന, നിരാശയോടായിരിക്കുന്ന, ഹല്ലേലൂയ, അതേ, പ്രതീക്ഷകളെല്ലാം തകിടം മറിഞ്ഞ് ആമേൻ, നിരാശ മാത്രം ഉള്ളിൽ ഒതുക്കിയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഇന്ന് രാത്രി ആത്മാവിൽ അതേ ബലപ്പെടുവാൻ, സന്തോഷം അനുഭവിപ്പാൻ ഉലകത്തക്ക വിധത്തിൽ അതേ തുണയായി, ഹല്ലേലൂയ, അതേ സഖിയായി, ഹല്ലേലൂയ, ആമേൻ, കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അത് ഞാൻ പേടിക്കയില്ല. ആമേൻ. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യും? ഹല്ലേലൂയ എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഇന്ന് രാത്രി ആമേൻ, ധൈര്യത്തോടെ പറയുവാൻ, ഹല്ലേലൂയ, അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്ന സ്വർഗ്ഗത്തിലെ ദൈവം. ഹല്ലേലൂയ. ഏത് പ്രതികൂലമാകട്ടെ, തീച്ചൂളയാകട്ടെ, പെരുവെള്ളമാകട്ടെ, നദിയാകട്ടെ, ഹല്ലേലൂയ, ആമേൻ, ഏകാന്തതയാകട്ടെ, ആമേൻ, ധൈര്യമുള്ളവരായി ജീവിക്കുവാൻ, ഹല്ലേലൂയ, ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നവരെ ശക്തീകരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിലുള്ള ആമേൻ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഹല്ലേലൂയ, ഭയത്തിന്റെ ആമേൻ ശരിയായ ലക്ഷ്യം ആമേൻ ദൈവം തന്നെയായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തെ അല്ലാതെ മറ്റാരെയും ഈ ഭൂമിയിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. ആമേൻ. അങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ ചോദിക്കുക, അപ്പനെ ഭയപ്പെടണ്ടേ? അമ്മയെ ഭയപ്പെടണ്ടേ? ആമേൻ. അതെ, ദൈവത്തെ ഭയപ്പെടുന്നവർ അപ്പനെ ഭയപ്പെടും, അമ്മയും ഭയപ്പെടും. കാരണം മക്കളോട് പറയുന്നു, മക്കളെ, നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ നന്മ മാത്രം പോരല്ലോ, അത് അനുഭവിക്കുവാനുള്ള ദീർഘായുസ്സൂടെ വരണ്ടേ? ഹല്ലേലൂയ. അതിനെന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? നിങ്ങളുടെ അമ്മയപ്പന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പിൻ. ഹല്ലേലൂയ. ഈ കീഴടങ്ങാത്തവരാരെന്നറിയാമോ? ഭയമില്ലാത്തവരാ. ഹല്ലേലൂയ. ഈ കുഞ്ഞുങ്ങൾ സ്കൂളിലായിരിക്കുന്ന സമയത്ത്, നമ്മളൊക്കെ കുഞ്ഞുങ്ങളായിരുന്നല്ലോ. അതെ, കുഞ്ഞു നാളിൽ സ്കൂളിൽ ആമേൻ, അതെ, ബെല്ലടിച്ചിട്ട് ടീച്ചേഴ്സ് വരുന്നതിന് മുമ്പ് സ്കൂളിൽ ലീഡറിനെ വെച്ചിട്ടുണ്ട്. എന്തിനാ? ആമേൻ, ഒച്ച വെച്ച് ബഹളം വെക്കുന്ന വ്യക്തികളെ പേരെഴുതി കൊടുക്കാൻ. ഹല്ലേലൂയ. അല്ലേ? അങ്ങനെ എത്ര പേര് എഴുതി തല്ല് വാങ്ങിയിട്ടുള്ളവരുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നോക്കിക്കേ, അപ്പോ ലീഡറിന് ഭയമില്ലെങ്കിൽ ഒച്ച വെക്കും. അല്ലെ? ലീഡറിന് ഭയം ഇല്ല എന്നല്ല, ലീഡറിനെ ആക്കി വെച്ച ആമേൻ അധ്യാപകനെ എന്തില്ല? ഭയമില്ല. അതുകൊണ്ട് അധ്യാപകൻ വരുമ്പോ ലിസ്റ്റ് വിളിക്കും. റേഷൻ കാർഡ് അരി മേടിക്കുന്നത് പോലെയല്ല. ആമേൻ. അതെ, ലിസ്റ്റ് വിളിച്ചിട്ട് കൈ നീട്ടാൻ പറയും. നല്ല അടിയാ. ഹല്ലേലൂയ. നല്ല അടി കിട്ടിയവർ എന്റെ മുമ്പിൽ ഉണ്ടായിരിക്കാം. ഇന്ന് രാത്രി തമ്പുരാന്റെ അടി മേടിച്ച് കൂട്ടരുതേ. ആമേൻ. തമ്പുരാന് അനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, അപ്പൊ തമ്പുരാനെ എന്ത് ചെയ്യണം? ഭയപ്പെടണം.
ഹല്ലേലൂയ. ഇന്ന് രാത്രി ക്രിസ്തുവിലുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവ മക്കളെ സംബന്ധിച്ചിടത്തോളം ഭയത്തിന്റെ ശരിയായ ലക്ഷ്യം ദൈവം തന്നെ ആയിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയുള്ളവർക്ക് നിത്യജീവനുണ്ട്. ഇന്ന് രാത്രി നിത്യജീവന് അവകാശിയായി എന്ന് ഉറപ്പുള്ളവർ, ആമേൻ, ഇരു കരവും അടിച്ച് കർത്താവിനത് പകർന്നു കൊടുത്താൽ, ഹല്ലേലൂയ. ഈ നിത്യജീവനെ കുറിച്ച് ഉറപ്പില്ലാത്തവർ ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ശ്രോതാവേ, നിത്യജീവൻ എന്താണെന്ന് അറിയണം. നിത്യജീവൻ നീ പ്രാപിക്കണം. ഹല്ലേലൂയ. ആമേൻ. അതെ, നിത്യജീവനിലേക്കുള്ള ഏക വഴി ഉലകത്തിൽ, ആമേൻ, കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് ദൈവത്തോടൊപ്പം എന്തുണ്ട്? നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരോട് മനുഷ്യർക്ക്, ആമേൻ, ചെയ്യാൻ, ഹല്ലേലൂയ, കഴിയാത്ത, ആമേൻ, യാതൊന്നും, ഹല്ലേലൂയ, നിത്യമായ ഫലം എന്ത് ചെയ്യുന്നില്ല? നൽകുന്നില്ല. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി? ഹല്ലേലൂയ. നിത്യജീവൻ ആർക്കാണുള്ളത്? ദൈവത്തോടൊപ്പമുള്ളവർക്ക്. ഹല്ലേലൂയ. മനുഷ്യർക്ക് അവരോട് ചെയ്യാൻ കഴിയാത്ത യാതൊന്നും, ആമേൻ, നിത്യമായ ഫലം എന്ത് ചെയ്യുന്നില്ല? നൽകുന്നില്ല. ഹല്ലേലൂയ. ദൈവ ഭയമുള്ളവരായി ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് എന്തുണ്ട്? നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാ: ഈ സ്ഥലത്ത് ദൈവ ഭയമില്ല നിശ്ചയം. ഇന്ന് രാത്രി ശ്രോതാവേ, നീ പാർക്കുന്ന വീട്, നീ പാർക്കുന്ന രാജ്യം, നീ പാർക്കുന്ന ദേശം എവിടെയും ആയിക്കോട്ടെ, ഭക്തൻ പറയുക, ഈ സ്ഥലത്ത് എന്തില്ല? ദൈവ ഭയമില്ല. ആമേൻ. ഇന്ന് രാത്രി നീ പാർക്കുന്നിടത്ത് ദൈവഭയമുണ്ടോ? നിനക്ക് ദൈവഭയമുണ്ടോ? നിനക്ക് ദൈവഭയമുണ്ടെങ്കിൽ നിത്യജീവൻ നിനക്ക് ഉറപ്പാ. ഹല്ലേലൂയ. നിന്റെ ദേശത്ത് നിത്യ, ആമേൻ, ജീവൻ അവകാശിയായി, ആമേൻ, മാറുവാൻ ദൈവത്തെ ഭയപ്പെടാത്തവരുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അവർക്ക് നിത്യജീവൻ ഇല്ല. ആമേൻ. നിന്റെ വീട്ടിൽ ദൈവത്തെ ഭയമില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് എന്തില്ല? നിത്യജീവൻ ഇല്ല. ഹല്ലേലൂയ. അപ്പൊ നിത്യജീവൻ ഇല്ലാത്തവർ നിത്യനാശത്തിലേക്ക് പോകും. ആമേൻ. അതുകൊണ്ട് ആത്മഭാരം ഇന്ന് രാത്രി, ആമേൻ, ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിത്യജീവൻ അവകാശിയാകുവാൻ, ആമേൻ, പിതാവായ ദൈവം ഈ ഭൂമിയിൽ ഒരുക്കിയ രക്ഷയുടെ പദ്ധതി കർത്താവായ യേശുവാണ്. ഹല്ലേലൂയ. ഈ യേശുവിനെ അനുഗമിക്കുവാൻ കൃപ ലഭിച്ചവർ, ഹല്ലേലൂയ, മൗനമായിരിക്കാതെ നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് ഭാരമുള്ളവരായി അവരെ നേടേണ്ടതിന്, അതെ, പ്രാർത്ഥനയോടെ, ദൈവവചന ധ്യാനത്തോടെ, ആമേൻ, ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും അവരെ നിത്യജീവൻ അവകാശിയാക്കുവാൻ ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളെയും അതിന്റെ ഭാഗവാക്കാകുവാൻ ദൈവം ശക്തനാണ്. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ഭക്തൻ പറയുന്നു, ഈ സ്ഥലത്ത് എന്തില്ല? ദൈവ ഭയം ഇല്ല. നിശ്ചയം, ഹല്ലേലൂയ, എന്റെ ഭാര്യ നിമിത്തം അവർ എന്നെ കൊല്ലും എന്ന് ഞാൻ നിരൂപിച്ചു. അതെ, ദൈവഭയമില്ലാത്തടുത്ത്, ആമേൻ, ഭാര്യ, ആമേൻ, അതെ, ഒരുത്തന്റെ ഭാര്യയാണെന്ന് പോലും, ആമേൻ, തിരിച്ചറിയാതെ ആ കുടുംബജീവിതം തകർന്നു പോകത്തക്ക വിധത്തിൽ ആ ദുഷ്ടപിശാച്, ആമേൻ, കുടുംബജീവിതത്തെ തകർക്കുവാൻ, തരിപ്പണമാക്കുവാൻ, അല്ലെങ്കിൽ ഭർത്താവായിരിക്കുന്ന ആ ഭക്തനെ ഇല്ലാതാക്കുവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി നിരൂപിച്ച്, ഹല്ലേലൂയ, ഭയപ്പെടുകയാ. ഇന്ന് രാത്രിയിലും, ആമേൻ, അതെ, കുഞ്ഞുങ്ങൾ, അതെ, ഭാര്യ, ഭർത്താവ്, ആമേൻ, അതെ, ഭയപ്പെട്ടിരിക്കുന്ന ലോകത്ത് ഭയം കൂടാതെ ജീവിക്കുവാൻ പ്രാപ്തിയുള്ളവനാക്കി മാറ്റുന്ന സ്വർഗത്തിലെ ദൈവം. ലോകത്തിൽ ഇന്ന് കുഞ്ഞുങ്ങൾ വെളിയിലിറങ്ങി നടക്കാൻ ഭയപ്പെടണം, അല്ലേ? കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു വല്ലാത്ത, ആമേൻ, അവസ്ഥ നമ്മുടെ ചുറ്റുപാടും ഉണ്ട്, അല്ലേ? ആമേൻ. നമ്മുടെ സഹോദരിമാർക്ക്, ആമേൻ, ഇറങ്ങി നടക്കുവാൻ പറ്റാത്ത, എന്തിനാ നമ്മുടെ സഹോദരന്മാർക്ക്, പുരുഷന്മാർക്ക് പ്രായഭേദമന്യേ ആർക്കും എവിടെയും സഞ്ചരിക്കുവാൻ പറ്റാത്ത ഒരു ഭയപ്പാടുള്ള ലോകത്ത ഇന്ന് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഭക്തൻ തിരിച്ചറിഞ്ഞു, ഈ സ്ഥലത്ത് എന്തില്ല? ദൈവഭയമില്ല. അപ്പൊ ദൈവഭയം ഇല്ലാത്തടുത്ത് പാർത്താൽ, അതെ, സോദോമിന്റെ അവസ്ഥ എന്താ?
ഹല്ലേലൂയ. ആമേൻ. സോദോം ലൈംഗിക അരാജകത്വം കൊടികൊത്ത് വാണു, അല്ലെ? അവിടെ ലോത്തിന്റെ മക്കൾ കുറച്ചു കാലം താമസിച്ചത് കൊണ്ട് അവിടുത്തെ സ്വഭാവം അവരിൽ എന്ത് ചെയ്തു? ലയിക്കുവാനിടയായി. അപ്പൊ ദൈവഭയം ഇല്ലാത്തടുത്ത് താമസിക്കുവാൻ തക്കവണ്ണം ഇടയായ ജീവിതം തകർന്നു പോകും. അതുകൊണ്ട് ദൈവഭയമുള്ളവരായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, തലമുറകളെ ദൈവഭയമുള്ളവരാക്കി വളർത്തുവാൻ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേൻ. ഭക്തൻ പറയുന്നു, ഈ സ്ഥലത്ത് എന്തില്ല? ദൈവഭയമില്ല. ഹല്ലേലൂയ. ആമേൻ. വചനം പറയുക, മക്കളെ വന്ന് എനിക്ക് ചെവി തരുവിൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ ഒരപ്പൻ തന്റെ കുഞ്ഞിനെ വിളിക്കുന്നത് പോലെ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാം ദൈവം വിളിക്കുകയാ, മക്കളെ വന്ന് എനിക്ക് ചെവി തരുവിൻ. എനിക്ക് 2 കുഞ്ഞുങ്ങളാ, 2 പെൺകുഞ്ഞുങ്ങളാ. അവരാ പ്രാരംഭത്തിൽ ഇവിടെ നിന്ന് അവർക്ക് കൊടുത്ത് കൃപയ്ക്കൊത്തവണ്ണം പാടിയത്. ആമേൻ. ഞാൻ എന്റെ മക്കളേന്ന് വിളിക്കുമ്പോ, അപ്പന്റെ ശബ്ദം കേൾക്കുമ്പോ അവരെന്ത് ചെയ്യും? ഓടി വരും. ഹല്ലേലൂയ. എന്നാൽ ഞാൻ താമസിക്കുന്ന വീടിന്റെ ചുറ്റുപാടുമുള്ള മക്കൾ കേൾക്കത്തക്ക വിധത്തിൽ മക്കളെ എന്ന് വിളിച്ച അവരാരും എന്നെ എന്ത് ചെയ്യില്ല? ആമേൻ. മൈൻഡ് ചെയ്താലും ആമേൻ എന്നെ അനുസരിക്കത്തില്ല. ആമേൻ. ഞാൻ പറയുന്നത് എന്ത് ചെയ്യത്തില്ല? കേൾക്കത്തില്ല. കാരണം അവർക്ക് അപ്പനുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം സ്വർഗത്തിലെ ദൈവം നൽകിയിട്ടുണ്ട്. അപ്രകാരം ദൈവ പൈതലായി മാറിയ ദൈവ പൈതലിനെ ഇന്ന് രാത്രി അപ്പൻ വിളിക്കുക, മക്കളെ വന്ന് എനിക്ക് ചെവി തരുവിൻ. ഹല്ലേലൂയ. യഹോവയോടുള്ള ഭക്തിയെ ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം. ആമേൻ. ഇന്ന് രാത്രി അപ്പന്റെ ശബ്ദം കേട്ട് അടുത്ത് വരുന്നവരോട് ആമേൻ അവന് ചില കാര്യം പറയാനുണ്ട്. ആമേൻ. ഈ ഭയപ്പാടുള്ള, ഈ വേദനയുള്ള, ഈ നിരാശയുള്ള ഈ കൊറോണ വൈറസ് അനേകരെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി അപ്പൻ മക്കളെ വിളിക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം വിളിക്കുകയാണ്, എന്റെ അടുത്ത് വാ. ഹല്ലേലൂയ. എനിക്ക് ചെവിത. ഹല്ലേലൂയ. ഞാൻ എന്ത് ചെയ്യാം? യഹോവയോടുള്ള ഭക്തിയെ നിനക്ക് ഉപദേശിച്ചു തരാം. ഹല്ലേലൂയ. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ്സ് ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ആരാ? ഹല്ലേലൂയ. ആമേൻ. ജീവനെ ആഗ്രഹിക്കാത്ത ആരാ ഇവിടെ ഉള്ളത്? ഹല്ലേലൂയ. എല്ലാവർക്കും കുറെ കാലം കൂടെ ജീവിക്കണമെന്നുള്ള ആഗ്രഹമല്ലേ? ഇന്ന് രാത്രി സ്വർഗം നിന്നെ വിളിക്കുകയാ, ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണണം, അല്ലേ? ആമേൻ. ആഗ്രഹം. ആമേൻ. ആമേൻ. കുറെ കാലം കൂടെ എന്ത് ചെയ്യണം? ജീവിച്ചിരിക്കണം. ജീവിച്ചിരിക്കുമ്പോ എന്തോ വേണം? നന്മ വേണം. ഹല്ലേലൂയ. അപ്പൊ നന്മ കാണേണ്ടതിനും, നന്മ കണ്ടാ മതിയോ? അത് അനുഭവിക്കണ്ടേ? ദീർഘായുസ്സ് ഇച്ഛിക്കുകയും. അപ്പൊ നന്മ വേണം, അത് അനുഭവിക്കുവാൻ ദീർഘായുസ്സ് വേണം. ഹല്ലേലൂയ. അപ്പൊ ജീവനെ ആഗ്രഹിക്കുന്ന, ജീവനെ കൊതിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ജീവിത യാത്രയിൽ നിന്റെ സ്വപ്നങ്ങൾ പൊലിഞ്ഞുപോയി, നിന്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടാതെ നീ നിരാശപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, ഒരു മുഴുവൻ കയറിൽ ജീവിതം അവസാനിപ്പിച്ചേക്കെന്ന് ആമേൻ നിന്റെ അകത്ത് ആരോ നിന്നോട് മന്ത്രിച്ചു കൊണ്ടിരിക്കുമ്പോ, അല്ല ആ ഡ്രൈവർ ട്രക്കിലേക്ക് പോയി നിന്റെ തല വെച്ചു കൊടുത്തേക്കെന്ന് പറയുമ്പോ, അല്ല ആമേൻ ഐസ്ക്രീമിനകത്ത് അല്പം വിഷം കലക്കി അത് ജീവിതം അവസാനിപ്പിച്ചേക്കെന്ന് പറയുമ്പോ, ഇന്ന് രാത്രി ആമേൻ ദേഹം ദേഹി ആത്മാവിനെ സമാധാനം കൊണ്ട് നിറയ്ക്കുവാൻ ശക്തനായവർ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് കൂടെ ഇരിക്കുവാൻ ആമേൻ ഉലകത്തിൽ നിന്ന് ആമേൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ആമേൻ എന്നിൽ വിശ്വസിപ്പീൻ. ഹല്ലേലൂയ. ആമേൻ. എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ആത്മഹത്യ പരിഹാരമല്ല, ഒളിച്ചോട്ടം പരിഹാരമല്ല. ഇന്ന് രാത്രി ഒളിച്ചോടേണ്ട സാഹചര്യം നിന്റെ ജീവിതത്തിന്റെ മുമ്പിലുണ്ട്. കാരണം കടക്കണി ആമേൻ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ, ഹല്ലേലൂയ, ആമേൻ പലതും ചിന്തിച്ച് ആമേൻ അവസാനം ഒന്നെങ്കിൽ ജീവിതം സ്വയം അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഓടിയേക്കാം. അത് പ്രശ്നത്തിന്റെ പരിഹാരത്തിനുള്ള സൊല്യൂഷൻ അല്ല. സ്നേഹിത, നിന്നെ നിർത്തത്തില്ല, നിന്നെ ആമേൻ ഉയർത്തത്തില്ല, നിന്നെ ജീവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് ദേശത്ത് നിനക്ക്
നിനക്കെതിരെ വാദിച്ചു കൊണ്ടിരുന്ന് ഈ ആമേൻ ഇരുളിന്റെ വ്യാപാരങ്ങൾ ആമേൻ നിന്നെ കണ്ണുനീരിലും ദുഃഖത്തിലും രോഗത്തിലും നിരാശയിലും ഒതുക്കി നാളിതുവരെ ആമേൻ നയിച്ച് ആമേൻ നിന്നെ ആഗ്രഹിക്കുന്നത് പോലെ മുന്നേറുവാൻ കഴിയാതെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, അത് എനിക്ക് ചെവിത. ഹല്ലേലൂയ. യഹോവയോടുള്ള ഭക്തി ഞാൻ നിനക്ക് എന്ത് ചെയ്യാം? ഉപദേശിച്ചു തരാം. ഹല്ലേലൂയ. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ആരാ? ഹല്ലേലൂയ. ആരാ? ദോഷം ചെയ്യാതെ. ആമേൻ. നിന്റെ ആഗ്രഹം സഫലീകരിക്കപ്പെടണമെങ്കിൽ ആരുമായി കൊള്ളട്ടെ, സ്നേഹിത, മകനെന്ന നിലയിൽ, മകളെന്ന നിലയിൽ, ആമേൻ, പാപ സ്വഭാവമുള്ള നിന്നെ ആമേൻ അതെ നീതിമാനാക്കി മാറ്റുവാൻ, ഹല്ലേലൂയ, നിഷ്കളങ്ക ഹൃദയത്തിന് ഉടമയാക്കുവാൻ, നിർമ്മല ഹൃദയമുള്ളവനാക്കി മാറ്റുവാൻ ഉലകത്തിൽ ഒരേ ഒരു വ്യക്തിക്ക് ആമേൻ അധികാരമുള്ളൂ. അത് സകല നാമത്തിനും മേലായ നാമം കൊടുത്ത് പിതാവായ ദൈവം ഉയർത്തിയ ആമേൻ ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥനായി യേശു കർത്താവ്. ഹല്ലേലൂയ. ആമേൻ. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും, ഹല്ലേലൂയ, സ്നേഹിത, നിന്റെ നാവ് എന്ത് ചെയ്യരുത്? ഹല്ലേലൂയ. ദോഷം ചെയ്യരുത്. ഹല്ലേലൂയ. നീ ജീവനെ കൊതിക്കുന്നുണ്ട്, നീ ജീവനെ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നന്മ കാണണമെന്ന് നീ ആഗ്രഹിക്കുകയല്ല, നന്മ പ്രാപിക്കണമെന്ന് നീ ആഗ്രഹിച്ച് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ? ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും അവൻ ഈ ലൈവിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ശ്രോതാവേ, നിന്റെ ഓട്ടത്തിൽ നീ തകർന്നു വീഴാതെ, അവൻ ഇല്ലാതാകാതെ, അവൻ ആയുസ്സോടെ ഇരുന്ന് നീ നന്മ അനുഭവിച്ച് അവൻ കുറെ കാലം കൂടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണെങ്കിൽ ഇന്ന് രാത്രി ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ ആദരത്തെയും കാത്തുകൊള്ളുക. അതെ, ആയുസ്സും ആരോഗ്യവും വർദ്ധിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, നന്മ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അതെ, നന്മ പ്രാപിക്കണം, ജീവനോടെ ഇരിക്കണം, ദീർഘായുസോടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി അവൻ ഈ വചനം ശ്രവിക്കുന്നെങ്കിൽ, ഈ ലൈവിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്നെങ്കിൽ, താങ്കളോട്, അവൻ എന്റെ കൂടപ്പറപ്പിനോട്, അവൻ എന്റെ സഹോദരങ്ങളോട്, അവൻ മാതാവിനോട്, പിതാവിനോട്, അതെ, കുഞ്ഞുങ്ങളോട്, അവൻ എന്റെ ജ്യേഷ്ഠന്മാരോടായി, അതെ, അഭിഷക്തന്മാരോടായി പറയട്ടെ, നിന്റെ ആഗ്രഹം സഫലീകരിക്കപ്പെടണമെങ്കിൽ ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ ആദരത്തെയും കാത്തുകൊള്ളുക. ഇന്ന് പകലിലും ആമേൻ അവസരം ഒത്ത് നീ ആമേൻ നിന്റെ നാവ് കൊണ്ട് നീ ആരോടൊക്കെ വ്യാജം പറഞ്ഞു, ഹല്ലേലൂയ, ആരോടൊക്കെ ദോഷം ചെയ്തു, അതെ, ദോഷം വീട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. ആമേൻ. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, ദോഷം വീട്ടകന്ന് ഗുണം ചെയ്യുക. ഹല്ലേലൂയ. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. ഈ ലോകം നൽകാത്ത സമാധാനം നൽകുവാൻ കഴിയുന്ന ഒരുവനെ അത്രേ ഇന്ന് രാത്രിയിലും ഈ ലൈവിലൂടെ അതെ ഞാൻ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. നിന്റെ മാതാവിന്, നിന്റെ പിതാവിന്, നിന്റെ സഹോദരങ്ങൾക്ക്, നിന്റെ അയൽപക്കക്കാർക്ക് ദോഷം ആമേൻ അതെ ആമേൻ ദോഷം ചെയ്യാതെ, ഹല്ലേലൂയ, ഗുണം ചെയ്യുവാൻ, ഗുണം ചെയ്യുവാൻ. ഹല്ലേലൂയ. വിവരജി കിട്ടത്തില്ല സമാധാനം, ആമേൻ, തിയേറ്ററിൽ കിട്ടത്തില്ല സമാധാനം, ആമേൻ, ബോയ് ഫ്രണ്ടിൽ നിന്ന് കിട്ടത്തില്ലെന്ന്, ഗേൾ ഫ്രണ്ടിൽ നിന്ന് കിട്ടത്തില്ലെന്ന് സമാധാനം ലോകത്തിൽ ഒരു മാർക്കറ്റിലും കിട്ടത്തില്ല. ഇന്ന് രാത്രി അതെ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനത്തിന്റെ അധികാരതയിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ ലോകം നൽകാത്ത ഒരു സമാധാനം നൽകുവാൻ ഉലകത്തിൽ ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശു ക്രിസ്തു എന്ന നാമമാണ്. ഹല്ലേലൂയ. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്കും ഇതേ നൽകപ്പെട്ട നാമം യേശു എന്ന നാമം. ഹല്ലേലൂയ. ആമേൻ. അവൻ തന്റെ ജനത്തിന് എന്ത് ചെയ്തു? വീണ്ടെടുപ്പ് അയച്ചു. ഹല്ലേലൂയ. തന്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു. ഹല്ലേലൂയ. നമ്മുടെ ടോപ്പിക്ക്, നമ്മുടെ ചോദ്യം, ആരെയാണ് ഭയപ്പെടേണ്ടത്? ഹല്ലേലൂയ. ആമേൻ. നരകത്തിൽ തള്ളിയിടുവാൻ കഴിയുന്നവനെയാണോ ഭയപ്പെടേണ്ടത്? അതോ ഹല്ലേലൂയ ഈ ലോകത്തിൽ ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കുന്ന, ഓലപ്പടക്കം പൊട്ടിച്ച് പേടിപ്പിക്കുന്ന മനുഷ്യനെയാണോ? ഹല്ലേലൂയ. അതെ, ആരെയാണ്
ആരെയാണ് ഭയപ്പെടേണ്ടത്? ഹല്ലേലൂയ. ആമേൻ. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ഹല്ലേലൂയ. ആമേൻ. ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും എന്ത് ചെയ്യുന്നു? നിരസിക്കുന്നു. ഇന്ന് രാത്രിയിലും ദൈവത്തോടുള്ള ഭക്തി, ആമേൻ, അത് നിരസിക്കുന്നവരുണ്ടാകാം. ഹല്ലേലൂയ. ആ പ്രബോധനം ഇഷ്ടപ്പെടാത്തവരുണ്ടാകാം. ഹല്ലേലൂയ. അവരെ കുറിച്ച് വചനം പറയുന്നത് അവർ ഭോഷന്മാർ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ വാക്കുകൾ, ഹല്ലേലൂയ, വളരെ ശക്തിയുള്ളതാണ്. ഇന്ന് രാത്രി ആമേൻ പാപിയായിരിക്കുന്ന ഒരു വ്യക്തിയെ പാപ സ്വഭാവത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് നിത്യജീവൻ അവകാശിയാക്കി മാറ്റുവാൻ ഉലകത്തിൽ പിതാവായ ദൈവമയച്ച ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ആര് കേട്ടിട്ടുണ്ടോ, ആര് വിശ്വസിച്ചിട്ടുണ്ടോ, ആ നാമത്തെ അധികമായി ആശ്രയിച്ചിട്ടുണ്ടോ, അവർ ഭയപ്പെടാതെ കണ്ട് ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഉയരത്തിൽ അഭിഷേകം അവരുടെ മേൽ ആമേൻ ചലിക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നു. സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ പാർക്കുന്നവൻ. ഹല്ലേലൂയ. രാവെന്നോ പകലെന്നോ ഉച്ചയെന്നോ ഇല്ലാതെ, ഹല്ലേലൂയ, ഭയം കൂടാതെ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിപ്പാൻ തക്കവണ്ണമിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. യേശു കർത്താവിന്റെ അതേ പഠിപ്പിക്കലുകൾ, ആമേൻ, അതെ പിന്തുടരുന്നത്, ആമേൻ, അതെ ആ വ്യക്തിയെ വലിയവനാക്കുവാൻ തക്കവണ്ണമിടയായി. ഹല്ലേലൂയ. ആമേൻ. അതിന് യാതൊരു സംശയവുമില്ല. ആമേൻ. കടൽക്കരയിൽ മനസ്സാന്തര പ്രസംഗം, പാപമോചനം ഉളവാകത്തക്ക വിധത്തിൽ പ്രസംഗിച്ച അരുമനാഥന്റെ പ്രസംഗം കേട്ട് ഇറങ്ങിത്തിരിച്ച പത്രോസ് ഭയപ്പെടുന്ന അനേക സാഹചര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉയർന്നും പൊങ്ങിയും വന്നപ്പോ, ഹല്ലേലൂയ, രാവെന്നോ പകലെന്നോ ഇല്ലാതെ, ആമേൻ, അവന്റെ അരികിലേക്ക് ചെന്ന്, ആമേൻ, അവൻ ഭയം കൂടാതെ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ അവൻ അഭിഷേകം ചെയ്ത സ്വർഗത്തിലെ ദൈവം. സ്നേഹിത, ഇന്ന് രാത്രി നീ കേൾക്കുന്ന വചനം, ആമേൻ, ഉയരത്തിലെ ദൈവത്തിൻ്റെതായതുകൊണ്ട് അത് വിശ്വസിക്കുന്ന നിന്റെ മുമ്പിൽ ഉയർന്നു പൊങ്ങുന്ന തിരമാലകളെ കണ്ട് ഭയപ്പെട്ടു പോകുവാൻ അനുവദിക്കാതെ കണ്ട്, ആമേൻ, അവൻ നമുക്കായി കരുതുന്നവനാകയാൽ അവന്റെ ബലമുള്ള കയ്യിൽ കാണിരിക്കുന്നവനെ തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു ദൈവമാണ് എന്റെ ദൈവമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ പത്രോസിന് ധൈര്യം കൊടുത്ത ദൈവം. ഹല്ലേലൂയ. ആമേൻ. അതെ, തലേന്ന് ആമേൻ കൂടെയുള്ളവന്റെ തല വെട്ടുന്നത് കണ്ടിട്ട് കാരാഗ്രഹത്തിനകത്ത് ഭയം കൂടാതെ ഉറങ്ങുവാൻ ഭക്തനെ ശക്തീകരിച്ച ഉയരത്തിലെ ദൈവം ഇന്ന് രാത്രി നിന്റെ ചുറ്റുപാടും ഭയപ്പെടുത്തുന്ന സംഭവ വികാസങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ തീച്ചുളയുടെ അതെ ചൂട് 7 ഇരട്ടി വർദ്ധിപ്പിച്ചാലും രാജാവേ ഭയപ്പെടുന്ന കാര്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ രക്ഷിച്ചാലും രക്ഷിച്ചില്ലെങ്കിലും, ഹല്ലേലൂയ, നോക്കുക, ഭയം കൂടാതെ മുമ്പോട്ട് പോകുവാൻ അതെ ഒരു ഭക്തനെ അവന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ശക്തീകരിക്കുന്ന ദൈവം ഇന്ന് രാത്രി നീ കേട്ടുകൊണ്ടിരിക്കുന്ന വചനത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ നിന്റെ ചുറ്റുപാടും ഉയർന്നു പോകുന്ന തിരമാലകൾ പോലെയുള്ള പ്രതികൂലങ്ങൾ, ജീവിതത്തിന്റെ സമസ്ത മേഖലകൾ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, അതേ സഹോദരി, അതെ നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ ആയിരിക്കുന്ന രാജ്യത്ത്, ആ സ്ഥാപനത്തിൽ, ആ ജോലി മേഖലയിൽ ഉയർന്നു പൊങ്ങുന്ന തിരമാലകൾ പോലെയുള്ള പ്രശ്നത്തിന്റെ മുമ്പിലും പതറാതെ ജയാളിയായി മുമ്പോട്ട് ചുവട് വെച്ച് പോകുവാൻ തക്കവണ്ണം നിന്നെ ഉയരത്തിൽ അഭിഷേകത്താൽ നിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിറയ്ക്കുവാൻ ദൈവം ശക്തരാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്ക. ആരോ പറയുന്നു, ആമേൻ, അതേ സ്നേഹിത, അതേ സഹോദര, അതേ പാസ്റ്ററെ, ഞാൻ ഭയപ്പെട്ടിരിക്കുകയാ. ഇന്ന് രാത്രി ഭയപ്പെട്ടിരിക്കുന്ന നിന്നോട് സ്വർഗത്തിലെ ദൈവം പറയുക, ഭയപ്പെടേണ്ടെന്ന്, എല്ലാം നാളെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കാമെന്ന്. ഹല്ലേലൂയ. ലോകത്തിൽ അങ്ങനെ പറഞ്ഞവരല്ല മരിച്ച് മണ്ണോട് മണ്ണായി കൊണ്ടിരിക്കുകയാ. അങ്ങനെ പറഞ്ഞവരൊക്കെ സാഹചര്യത്തിന്റെ പുറത്ത് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാ. ഏത് പ്രതികൂല സാഹചര്യമായാലും, ഏത് പ്രതിസന്ധി ആയാലും അവൻ ഊവെന്ന് മാത്രമേ പറയത്തുള്ളൂ. അവൻ പറഞ്ഞത് അത് പാലിപ്പാൻ ശക്തിയുള്ളവനാ. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ പ്രാരംഭ തിരുവഴുത്തിൽ, ഹല്ലേലൂയ, അവൻ 2 വ്യക്തിത്വങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മെ നയിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ആദ്യത്തേത് ഒരു വ്യക്തിയുടെ ശരീരം മാത്രം കൊല്ലുവാൻ കഴിയുന്നവരാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ ഈ ജഡത്തെ മാത്രം, ഹല്ലേലൂയ, ലക്ഷ്യമിട്ടുകൊണ്ട് ആമേൻ പിന്തുടരുന്ന ഈ ലോകത്തിന്റെ ഇരുളിന്റെ അതേ വ്യാപാര ശക്തി,
ഹല്ലേലൂയ. എന്നാൽ രണ്ടാമത്തേത്, വ്യക്തിത്വത്തിന് ശരീരത്തെയും ആത്മാവിനെയും നരകത്തിൽ കൊല്ലാനും നശിപ്പിക്കുവാനും കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങളിൽ ഏതാണ് ഇന്ന് രാത്രി ശ്രോതാവേ താങ്കൾ ഭയപ്പെടുന്നത്? ഹല്ലേലൂയ. ഏതിനെയാ ഭയപ്പെടുന്നത്? ഹല്ലേലൂയ. ശരീരത്തെയും ആത്മാവിനെയും അത് നരകത്തിൽ കൊല്ലാനും നശിപ്പിക്കാനും കഴിയുന്ന ഒരേ ഒരു വ്യക്തി അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവമാണ്. ഹല്ലേലൂയ. നാം ഭയപ്പെടേണ്ടത് ആ ദൈവത്തെ ആയിരിക്കണം. ഹല്ലേലൂയ, ആമേൻ. അതെ, ശരീരത്തെ മാത്രം കൊല്ലാൻ കഴിയുന്ന പിശാച്, ഹല്ലേലൂയ, ആമേൻ, അവന്റേതായ തന്ത്രങ്ങൾ, അവന്റേതായ മന്ത്രങ്ങൾ, അവന്റേതായ വേദങ്ങൾ, അവന്റേതാകുന്ന ആമേൻ സകല ആമേൻ ആമേൻ പൈശാചിക പ്രവർത്തികളും, ഹല്ലേലൂയ. അവൻ ഒരുപക്ഷെ മൃഗത്തെ ഉപയോഗിക്കാം, ഒരുപക്ഷെ ആളുകളെ ഉപയോഗിക്കാം. അവൻ ആരെയൊക്കെ ഉപയോഗിക്കാൻ, അതെ, ആദാമിനെ ഹവ്വയും ആമേൻ വാഴുവാൻ തക്കവണ്ണം ആക്കി വെച്ച ഏദനിൽ വീഴ്ത്തിക്കളയുവാൻ അവൻ ഉപയോഗിച്ചത് അവൻ ഒരു ഇഴജാതി മൃഗമായ പാമ്പിനെയാണ്. ഇന്ന് രാത്രി പാമ്പ് ശല്യം നിമിത്തം ഭയപ്പെടുന്ന ആരെങ്കിലും ഈ ലൈവിൽ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, അതെ, ആദാമിനെയും ഹവ്വയും ഭയപ്പെടുത്തി തന്ത്രപൂർവം വശീകരിച്ചു കൊണ്ടുപോയ ആമേൻ ഒരു ഇഴജാതി അതെ മൃഗമായ പാമ്പ്. ഹല്ലേലൂയ. അതെ, പാമ്പിന്റെ ശല്യം നിമിത്തം ഭയപ്പെടുന്നുണ്ടോ? അവൻ എവിടെ പോയാലും പാമ്പ് പിന്തുടരുകയാ. അവൻ എവിടെ പോയാലും പാമ്പിന്റെ ശല്യമാ. ഇന്ന് രാത്രി നിന്നെ ഭയപ്പെടുത്തി ഒതുക്കാൻ നോക്കുന്ന ആ പൈശാചിക ശക്തികൾ, ഓ പാമ്പുകളെയും തേടുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല എന്ന് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതിനെ ശാസിക്കുവാനുള്ള അധികാരം ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിന്റെ മേൽ സ്വർഗം പകരുകയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ആമേൻ, അഭിഷക്തരായിരുന്ന പൗലോസിന്റെ കയ്യിൽ അവൻ വിറക് വിറക്കി ആമേൻ അത് ചൂട് ആമേൻ കായുവാൻ തയ്യാറായപ്പോ അവന്റെ കയ്യിൽ ഒരു അണലി കയറി ചുറ്റി. ആമേൻ. ആ അണലി കടിച്ച് അവനിപ്പോ ചത്തു വീഴുമെന്ന് പറഞ്ഞു നിന്നവരുടെ മുമ്പിൽ അവൻ അതിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ഇന്ന് രാത്രി ആമേൻ പൈശാചിക മന്ത്രം, തന്ത്രം, ആമേൻ, പൈശാചിക പോരുകൾ, ആഭിചാരം, ശുദ്രൻ, ആമേൻ, നിന്നെ ആമേൻ ഇപ്പൊ വീഴ്ത്തിക്കളയുമെന്ന് നോക്കി നിൽക്കുന്നവരുടെ മുമ്പിൽ അതിനെ യേശുവിൻ നാമത്തിൽ കുടഞ്ഞു കളഞ്ഞ് ജയത്തോടെ മുമ്പോട്ട് പോകുവാൻ, കരുത്തുള്ള മനുഷ്യരാക്കി മാറ്റുവാൻ, അതെ, ഉയരത്തിലെ ദൈവം ശക്തിയുള്ളവരാ. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഹല്ലേലൂയ. അവൻ ശരീരത്തെ മാത്രം കൊല്ലാൻ കഴിയുന്ന പിശാച്. ഹല്ലേലൂയ. ആമേൻ. അവൻ ആളുകളെ ഉപയോഗിക്കാം, അവൻ മൃഗങ്ങളെ ഉപയോഗിക്കാം. ഹല്ലേലൂയ. എന്നാൽ അതിനെ ഒരു ദൈവ പൈതൽ ഭയപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. എന്റെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ എനിക്ക് പറയുവാൻ കഴിയും, ആമേൻ, ഞാൻ സ്ഥലം പറയുന്നില്ല വിസ്താര ഭയത്താൽ. ഹല്ലേലൂയ. ഇത് സോഷ്യൽ മീഡിയ ആണല്ലോ. ആമേൻ. പല തവണ ആമേൻ ഞാൻ താമസിക്കുന്ന എന്റെ വീട്ടിനകത്ത് ആമേൻ ഞാൻ എന്റെ വാഹനം കൊണ്ടുവെക്കുന്നിടത്ത് എന്നെ വിടാതെ പിന്തുടർന്ന ആമേൻ ഒരു പൈശാചിക ആമേൻ അതെ വ്യാപാരം, ആമേൻ, അത് ആമേൻ ഒരു മൃഗത്തിന്റെ രൂപത്തിൽ, ആമേൻ, അല്ല, എന്റെ കണ്ണിന്റെ മുമ്പിൽ നേരായി വന്ന് ആമേൻ എന്നെ ഇല്ലാതാക്കുവാൻ പിന്തുടർന്നു. ആമേൻ ഇഴജാതി രൂപത്തിൽ. പക്ഷേ അതിന് എന്നെ തൊടുവാൻ കഴിയാത്ത വിധത്തിൽ പരിചയായി, രക്ഷയായി, കോട്ടയായി ഇറങ്ങി വന്ന ഒരു ദൈവത്തെ അത്രേ ഇന്ന് രാത്രി ഈ ലൈവിലൂടെ ഞാൻ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അതിനാൽ ഭൂമിയിൽ ദൈവഹിതം നിറവേറ്റുന്നതിനുള്ള ജ്ഞാനം നൽകാനായി ദൈവത്തെ എന്ത് ചെയ്യണം? ഭയപ്പെടണം. ഹല്ലേലൂയ. വായിച്ച് സദൃശവാക്യങ്ങളുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം വേഗം വായിച്ചു. സദൃശ്യം 9:10. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നു. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പദം പരിശുദ്ധൻ. ഹല്ലേലൂയ. നമ്മൾ ആരെയാണ് ഭയപ്പെടേണ്ടത്, ആരെ ഭയപ്പെടേണ്ട, ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്ന് രാത്രി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. നാം ഭയപ്പെടേണ്ടത് ആരെയാ? ദൈവത്തെയാ. ആ ദൈവത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത്, ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ പരിചയപ്പെടുത്തുന്നത് അവൻ പരിശുദ്ധനാണെന്ന്.
ഹല്ലേലൂയ. എല്ലാറ്റിനും ഉപരിയായി മനുഷ്യർക്ക് വേണ്ടത് പരിശുദ്ധ ദൈവത്തെ കുറിച്ചുള്ള അറിവാണ്. അശുദ്ധിയിൽ ഇഷ്ടപ്പെടുന്ന, അശുദ്ധിയിൽ വാഴുന്ന, അവൻ അധർമ്മത്തിൽ പ്രസാദിക്കുന്ന ഒരു ദൈവത്തെ അല്ല ഹല്ലേലൂയ ഭയപ്പെടേണ്ടത്, പരിശുദ്ധനായ ദൈവത്തെയാ. ഹല്ലേലൂയ. സ്വർഗത്തിൽ സറാഫുകൾ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആക്കുമ്പോൾ അവരുടെ മധ്യേ അധിവസിക്കുന്ന ദൈവത്തെ അവർ ഭയപ്പെട്ടു. അതുകൊണ്ട് സത്യവേദ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാ: അവർ രണ്ടുകൊണ്ട് പറന്ന്, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി. ആമേൻ. സറാഫുകൾ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർക്കുകയാണ്, അവരാരാധിക്കുകയാ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളും ആരാധിക്കുന്ന സർവശക്തനായ ദൈവം പരിശുദ്ധനാണ്. അവൻ അശുദ്ധിയിൽ വാഴുന്ന ദൈവമല്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവനെ പിൻപറ്റിയ ആമേൻ ദാനിയേൽ പറഞ്ഞത്, ഞാൻ കഴിക്കുന്ന ആഹാരം കൊണ്ടോ ഞാൻ കുടിക്കുന്ന പാനീയം കൊണ്ടോ എന്നെ തന്നെ എന്റെ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ അശുദ്ധനാക്കത്തില്ല. ഇന്ന് രാത്രി എത്ര പേർ തീരുമാനമെടുക്കും? അതെ, സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് വീഴേണ്ടി വരുമ്പോൾ സിംഹം കടിച്ചു കീറാതിരിക്കേണ്ടതിനല്ല അവൻ തീരുമാനമെടുത്തത്. ദാരിയാവേശ് രാജാവിന്റെ കാലഘട്ടത്തിലോ കോരസ് രാജാവിന്റെ കാലഘട്ടത്തിലോ ആമേൻ ശക്തന്മാർ നാടിനെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രവാസത്തിൽ ആമേൻ കഴിയേണ്ടി വന്ന ദാനിയേൽ അതെ രാജാവിന്റെ മൃഷ്ടാന്ന ഭോജനം കഴിച്ച്, രാജാവ് കൊടുക്കുന്ന ആ പാനീയം കഴിച്ച്, ഓ ദൈവത്തിന്റെ മുമ്പിൽ അശുദ്ധനാകുവാൻ സ്വയം ഏൽപ്പിച്ചു കൊടുക്കാതെ വിശുദ്ധന് ആയി ജീവിക്കുവാൻ തീരുമാനമെടുക്കുക മാത്രമല്ല, അവൻ അങ്ങനെ തന്നെ ജീവിക്കുവാൻ തയ്യാറായതുകൊണ്ട് അവൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് അവന്റെ മുമ്പിൽ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് അതെ ഇരയായി വലിച്ചെറിയേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഭയം കൂടാതെ കണ്ട് അന്ന് രാത്രി ഉറങ്ങുവാൻ ഭക്തനെ സഹായിച്ച ദൈവം അടുത്ത പ്രഭാതത്തിൽ അതെ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തേക്ക് വലിച്ചെറിയുവാൻ കൽപ്പന കൊടുത്ത രാജാവിന്റെ ഉറക്കം കെട്ട് അതിരാവിലെ വന്ന് നോക്കിയപ്പോൾ കണ്ടിട്ട് ചോദിക്കുകയാ, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, ഇത്ര വലിയ വിപത്തിനകത്ത് നിന്ന് നിന്റെ ദൈവം നിന്നെ വിടുവിച്ചുവോ? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, യൗവന മോഹങ്ങളെ വിട്ടോടി നീതി സമാധാനം സന്തോഷം പിന്തുടരുവാൻ നീ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ ആഗ്രഹത്തെ സഫലീകരിക്കുവാൻ ശക്തനായ ദൈവത്തിന്റെ ശബ്ദം ഇന്ന് രാത്രി നിന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ അവൻ ഇന്ന് രാത്രി അവന്റെ പാദപീഠത്തെ ഒന്ന് ചുംബിക്കുവാൻ, അവന്റെ സാന്നിധ്യം ഒന്ന് അനുഭവിക്കുവാൻ നീ കൊതിക്കുന്നെങ്കിൽ ഹല്ലേലൂയ നിന്റെ ആഗ്രഹത്തെ സഫലീകരിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ ഹല്ലേലൂയ ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നത് പരിശുദ്ധനായ ദൈവത്തെ കുറിച്ച്. ഹല്ലേലൂയ ആമേൻ. അതെ, ദൈവത്തെ അനുഭവിക്കുന്നതിലൂടെ ലഭിക്കുന്ന അറിവാണ് ഹല്ലേലൂയ ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഏക സത്യമായ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യ ജീവൻ ആകുന്നു. ഹല്ലേലൂയ. അപ്പോ പിതാവായ ദൈവം പരിശുദ്ധനാണ്. ആ പരിശുദ്ധനായ ദൈവത്തെ ആമേൻ അതെ ജീവിതത്തിൽ അറിയുവാൻ ഹല്ലേലൂയ ഒരു മനുഷ്യനെ ആമേൻ കഴിയുന്നത് എങ്ങനെയാണ് എന്നാണ് ഇനി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യ ജീവൻ ആകുന്നു. ഹല്ലേലൂയ. വിശുദ്ധ ജീവിതത്തിലേക്കുള്ള ഏക മാർഗമാണ് ആമേൻ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ ആമേൻ. വിശുദ്ധ ജീവിതത്തിലേക്കുള്ള ഏക മാർഗം. ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെടുന്നത് ആരംഭിക്കുന്നത് അവന്റെ വചനം ആമേൻ ഗൗരവമായി ആമേൻ വിശ്വസിക്കുകയും അല്ലെങ്കിൽ അത് അംഗീകരിക്കുകയും അത് അനുസരിക്കുകയും ആമേൻ ചെയ്യുമ്പോഴാണ്. ഹല്ലേലൂയ. ലേവ്യ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഒന്ന് വേഗം വായിക്കാം. ആമേൻ. എല്ലാ വചനങ്ങളും വായിച്ച് മുമ്പോട്ട് പോകുവാൻ സമയം പോരാ, അതുകൊണ്ട് ചില വേദഭാഗങ്ങൾ മാത്രം ഓർപ്പിച്ചു പോകട്ടെ. ലേവ്യ പുസ്തകം 20-ാം അധ്യായം 7-ാം വാക്യം. ആകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിപ്പി.
ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ആമേൻ. ഇന്ന് രാത്രി ഒരു ശുദ്ധീകരണം കൂടാതെ കണ്ട് ആർക്കും ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രസാദിപ്പിക്കുവാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് എന്ത് ചെയ്യണം, വിശ്വസിക്കണം. ഹല്ലേലൂയ. ആ ദൈവം പരിശുദ്ധനാണ്. ഹല്ലേലൂയ. ആ പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുന്നവർ ആമേൻ ശുദ്ധിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ട് നിത്യ നാശത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ നിത്യജീവന്റെ അവകാശിയാക്കുവാൻ ഉലകത്തിൽ പിതാവായ ദൈവം നൽകിയ നാമം യേശു എന്ന നാമമാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. നോക്കിക്കേ, പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് തന്റെ പുത്രനെ അയച്ച ഏക ലക്ഷ്യം ഇതാണ്. ഹല്ലേലൂയ. ആമേൻ. ഏക സത്യ ദൈവത്തെ മാനവരാശി അറിയുക. ആമേൻ. ആ ദൈവത്തെ അറിയുവാൻ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച ആമേൻ അതെ വ്യക്തിത്വമാണ് കർത്താവായ യേശു. ആമേൻ. പിതാവിലേക്കുള്ള സ്വർഗത്തിലേക്കുള്ള വഴിയാണ് കർത്താവായ യേശു. ഹല്ലേലൂയ. ദൈവത്തെ കുറിച്ചുള്ള ഈ അറിവ് ആമേൻ സ്വഭാവത്തിൽ ആമേൻ വെളിപ്പെടണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നിലൂടെ ആമേൻ നിങ്ങളിലൂടെ ഈ ദൈവത്തിലേക്ക് അനേകര് എത്തുവാൻ ഉതകത്തക്ക വിധത്തിൽ ഒരു വ്യക്തിയുടെ ജീവിത സ്വഭാവത്തെ ശുദ്ധീകരിക്കുവാൻ കഴിയുന്ന ജീവന്റെ വചനം. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ 15-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ ഈ സ്വഭാവമില്ലാത്ത ആളുകൾ ഈ ലോകത്തിൽ അനവധി നിരവധിയുണ്ട്. അവരുടെ നടുവിൽ ഈ സ്വഭാവമുള്ളവരുടെ ആമേൻ ജീവിതത്തിൽ ഭയപ്പെടേണ്ട അനവധി നിരവധി സംഭവങ്ങൾ എന്ത് ചെയ്യും, ഉണ്ടാകും. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്, കലങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. അവൻ എന്നെ ഉപദ്രവിച്ചെങ്കിൽ നിങ്ങളെയും ഉപദ്രവിച്ചു, എന്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ നിങ്ങളെതും പ്രമാണിക്കും. രണ്ട് കാര്യമാണ് സംഭവിക്കുന്നത്. ഒന്ന്, കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഈ ദുഷ്ടലോകത്ത് ഈ വഞ്ചനയും ചതിയും കൊള്ളരുതായ്മയും പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്ത് ദൈവവൈതലായി നിത്യജീവൻ അവകാശിയായി ജീവിക്കുന്ന ഒരു ദൈവവൈതലിന് എന്തുണ്ട്, ഉപദ്രവമുണ്ട്. യേശു കർത്താവ് തന്നെ അനുഗമിക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അവർ എന്നെ ഉപദ്രവിച്ചെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. ഇന്ന് പകലിലും കർത്താവിന്റെ വചന നിമിത്തം, നിത്യജീവൻ നിമിത്തം, നിത്യരാജ്യ നിമിത്തം, ദൈവ ആമേൻ വചന നിമിത്തം ഉപദ്രവം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആമേൻ നീ ബലപ്പെടണം. എന്താ കാര്യം? കർത്താവ് പറഞ്ഞു, അവർ എന്നെ ഉപദ്രവിച്ചെങ്കിൽ നിങ്ങളെയും എന്നെയും ഉപദ്രവിക്കും. എന്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ നിങ്ങളുടേതും പ്രമാണിക്കും. അങ്ങനെയെങ്കിൽ ഈ വചനം ലോകത്തിന്റെ അറ്റത്തോളം പ്രസംഗിക്കുവാൻ കൃപ ലഭിച്ച അഭിഷക്തന്മാരെ, ഈ പ്രസംഗം വെറുതെ ആകത്തില്ലെന്ന് ആമേൻ ഈ വചനം ആമേൻ അംഗീകരിക്കുന്ന ചില വ്യക്തികളെ നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ ഉയർത്തി കൊണ്ടുവരുന്ന ഒരു സമയം അടുത്തിരിക്കുകയാണ്. ഇന്ന് രാത്രി അത് ആമേൻ തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. എങ്കിലും എന്നെ അയച്ചവനെ അവർ അറിയായതുകൊണ്ട് എന്റെ നാമനിമിത്തം ഇതൊക്കെയും നിങ്ങളോട് ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ അറിയാത്തവര്, ദൈവ ഭയമില്ലാത്തവര്, ലോകപ്രകാരം ജീവിക്കുന്നവര്, ദൈവ ഭയമുള്ള ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന വ്യക്തിത്വങ്ങൾക്കെതിരെ ആമേൻ ശക്തമായി അതേ പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഉപദ്രവിക്കും. ഹല്ലേലൂയ. ആമേൻ നിനക്ക് സപ്പോർട്ടായെന്ന് വരില്ല. ആമേൻ അവിടെ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ആമേൻ അവർ പിതാവിനെയും എന്നെയും അറിയാതെ കൊണ്ട് ഇങ്ങനെ ചെയ്യും. ഹല്ലേലൂയ. നീ ചോദിക്കുന്നില്ലേ, എന്തിനാ അവരെന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, എന്തിനാ അവരെന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഹല്ലേലൂയ. വചനം പറയുന്നു, അവര് എന്നെയും പിതാവിനെയും അറിയായതുകൊണ്ട് നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യും. ഹല്ലേലൂയ. ദൈവ പ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സെന്ത് ചെയ്തിരിക്കുക, കുരുടാക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. രാവിലെ പേപ്പർ കിട്ടുമ്പോ ഹല്ലേലൂയ വായിക്കണമെങ്കിൽ കണ്ണിനെന്ത് വേണം,
കാഴ്ച മാത്രം പോരാ, വായിക്കാൻ അക്ഷരം കൂട്ടി ചേർത്ത് വായിക്കാൻ അറിവുണ്ടാകണം. ആമേൻ. അപ്പോ ഈ അറിവില്ലാത്തവർ, ഈ കാഴ്ചയില്ലാത്തവർ എന്ത് ചെയ്യും? പേപ്പർ വലിച്ചു കീറും. ആമേൻ. പേപ്പർ ചുരുട്ടിക്കളയും, അല്ലെ? ആമേൻ. പേപ്പർ വിലയുള്ളതാ, തൂക്കി വിറ്റ കാശ് കിട്ടും. അല്ല, അതിനകത്ത് എഴുതിയിരിക്കുന്ന മൂല്യമുള്ള കാര്യങ്ങൾ ഹല്ലേലൂയ മനുഷ്യന് അറിവ് പകരും. ആമേൻ. ഇത് വായിക്കാനും കാഴ്ചയും ഇല്ലാത്ത വ്യക്തിയുടെ കൈ കിട്ടിയ കീറുകയല്ലാതെ ചുരുട്ടുകയല്ലാതെ പിന്നെ എന്തോ ചെയ്യോ? ഇന്ന് രാത്രിയിലോ ആമേൻ കാഴ്ചപ്പാടുള്ള നിന്നെ, ആമേൻ കാഴ്ചപ്പാടില്ലാത്ത ഒരുത്തന്റെ കൈ കിട്ടിയ അവൻ നിന്നെ എന്ത് ചെയ്യും? ഉപദ്രവിക്കും. അവൻ നിന്നെ എന്ത് ചെയ്യും? ആമേൻ പിച്ചു ചീന്തും. അവൻ നിന്നെ വേദനിപ്പിക്കും. അവൻ നിന്നെ ഭയപ്പെടുത്തും. ആമേൻ. ഇതൊക്കെ ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിന്റെ മുമ്പിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് മനസ്സിലാക്കി ആമേൻ കർത്താവിന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. ഇന്ന് രാത്രി നിത്യജീവൻ അവകാശിയായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ഹല്ലേലൂയ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം, ഹൃദയ കാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവരാകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നിത്യ നാശത്തിന് ഓഹരിക്കാരായിരിക്കുന്നവര് അങ്ങനെയുള്ളവരാണ്. എന്നാൽ നിത്യ ജീവൻ അവകാശിയായി മാറിയിരിക്കുന്നവർ ഇതിൽ നിന്ന് മാറി ജീവിക്കേണ്ടവരാണ്. ഇന്ന് രാത്രി ആമേൻ അങ്ങനെ ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. നിത്യജീവന്റെ ദാനം ആളുകൾക്ക് നൽകുന്നതിലൂടെ പിതാവായ ദൈവത്തെയും തന്നെ അറിയാൻ കർത്താവായ യേശു അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ കർത്താവിനെ അറിയുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ആമേൻ ദൈവത്തിന്റെ ഉയരത്തിലെ ആത്മാവിനാൽ എഴുതിയിരിക്കുന്ന വചനം ശ്രോതാവേ ഇന്ന് രാത്രി മീഡിയയിലൂടെ എന്തിനാ കേൾപ്പിക്കുന്നതെന്ന് അറിയാമോ? ഹല്ലേലൂയ. ആ നിത്യജീവൻ അവകാശിയായി ഹല്ലേലൂയ ജീവിക്കുവാൻ ആമേൻ കൃപ ലഭിച്ചിരിക്കുന്നവർ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ആമേൻ പിതാവായ ദൈവത്തിലേക്ക് ആമേൻ അതെ എത്തിയിരിക്കുന്നവർ നിമിത്തം അനേകര് ഈ മാർഗത്തിലേക്ക്, ഈ വഴിയിലൂടെ പിതാവായ ദൈവത്തിലേക്ക് ആമേൻ അതെ വേർതിരിയപ്പെടുവാൻ തക്കവണ്ണം ഇടയാകണമെന്നുള്ളത് ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം. ആ ആഗ്രഹം തന്റെ പുത്രനായി ക്രിസ്തുവിലൂടെ തന്നെ വിശ്വസിച്ച് വന്ന തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ആകയാൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഭയപ്പെട്ടിരിക്കുന്ന, നിരാശപ്പെട്ടിരിക്കുന്ന ഈ ലോകത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെന്ന് എന്റെ ശിഷ്യരാക്കണം. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം. ഹല്ലേലൂയ. അതെ, നിരസിക്കുന്നവർ, അംഗീകരിക്കാത്തവർ ശിക്ഷാവധിയിൽ എന്ത് ചെയ്യും? അകപ്പെടും. ഹല്ലേലൂയ. എന്റെ പിതാവ് സകലവും എങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി പിതാവിനെ അറിയുവാൻ ദൈവം തമ്പുരാൻ മുൻ കണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഇത് കേൾക്കാനുള്ള അവസരം ദൈവം ഒരുക്കും. ഹല്ലേലൂയ. അത് എന്നിലൂടെ ആകാം, അത് മറ്റൊരുവിനിലൂടെ ആകാം, അത് ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളിലൂടെ ആകാം. ഹല്ലേലൂയ. അവനോട് നിന്റെ പിതാവ് എവിടെയെന്ന് ചോദിച്ചതിന് യേശു, നിങ്ങൾ എന്നെ ആകട്ടെ എന്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായിൽ ജനിച്ച യേശു ക്രിസ്തുവിനെ ആഘോഷിക്കുന്നവരുണ്ട്. എന്താ അങ്ങനെ പറഞ്ഞ അതിശക്തി ഉണ്ടോ? ആമേൻ. അതെ, ഡിസംബർ 25 എന്ന് കാണുമ്പോ ആമേൻ ആ ക്രിസ്തുവിന്റെ പേരിൽ ആഘോഷിക്കുന്നവരുണ്ട്, അല്ലെ? ഉയർപ്പിന്റെ പൊൻപുലരി ആഘോഷിക്കുന്നവരുണ്ട്, അല്ലെ? ആ ക്രൂശീകരണം ആഘോഷിക്കുന്നവരുണ്ട്, അല്ലെ? ആമേൻ. ക്രിസ്തുവിനെ ആഘോഷിക്കാനുള്ളതല്ല, ക്രിസ്തുവിനെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനുള്ളതാ. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. അവിടെ ദൈവത്തെ അറിയുന്നതിന് ഹല്ലേലൂയ സ്വയം ആമേൻ ആ
ആ ദൈവത്തിലേക്ക് ഒന്ന് അടുക്കുന്നതിന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ ഈ കേൾക്കുന്ന ദൈവവചനത്തിന് മുമ്പാകെ സമർപ്പിക്കുവാൻ തയ്യാറാകും? ഹല്ലേലൂയ. നിത്യജീവൻ എന്നേക്കും ആമേൻ ജീവിക്കുന്നതിനേക്കാൾ കൂടുതലാണ്. എന്താ നിത്യജീവൻ എന്ന് പറയുന്നത്? എന്നേക്കും ജീവിക്കുന്നതിനേക്കാൾ കൂടുതലാണ് എന്ന് പറഞ്ഞ അവസാനമില്ലാത്തൊരു ജീവിതം. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ഒരു ജീവിത നിലവാരം, ദൈവവുമായുള്ള കൂട്ടായ്മ, ദൈവത്തെ അറിയുക, അവനെ വിശ്വസിക്കുക, അവനെ അനുസരിക്കുക, അവനെ ബഹുമാനിക്കുക, അവനെ സ്നേഹിക്കുക, അവനെ സേവിക്കുക. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ടാവും? വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിലൂടെ ആമേൻ യേശു കർത്താവിന്റെ മാർവോട് ചേർന്നിരുന്ന യോഹന്നാൻ, അതെ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ അല്ലെ, യേശു കർത്താവിന്റെ ആ മാർവോട് ചേർന്നിരുന്ന യോഹന്നാനെ പത്മോസിന്റെ ഏകാന്തതയിലേക്ക് എടുത്തെറിയപ്പെട്ടപ്പോ അവൻ അവിടെ ഭയപ്പെട്ട് അറ്റാക്ക് വന്ന് തീർന്നില്ലെന്ന്. അവന്റെ ഭയത്തെ മാറ്റുവാൻ ശക്തനായവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി. ഹല്ലേലൂയ. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവനാണ്. ഹല്ലേലൂയ. 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ ഉലാവിക്കൊണ്ട് നിൽക്കുന്ന. ഹല്ലേലൂയ. ആമേൻ. തേജോമനായ കർത്താവിനെ ആമേൻ ആ ഏകാന്തതയിൽ അവൻ അനുഭവിക്കുകയായിരുന്നു, അവൻ കാണുകയായിരുന്നു. ഇന്ന് രാത്രി ഭയപ്പെടുത്തുന്ന സാഹചര്യമാണ് നിന്റെ ചുറ്റുപാടുമുള്ളതെങ്കിൽ, നീ ഒരു അഭിഷക്തനാണെങ്കിൽ, നീ യേശുവിന്റെ യഥാർത്ഥ ഒരു ശിഷ്യനാണെങ്കിൽ, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ ഭയപ്പെടേണ്ടെന്ന്. ഹല്ലേലൂയ. അതെ, ആർ തട്ടഹസിക്കുന്ന തിരമാലകൾ അവന്റെ ചുറ്റും ഉയർന്നു പൊങ്ങുകയാണ്. അവന് മുമ്പ് നാട് കടത്തപ്പെട്ട, അത് ഡൊണീഷ്യൻ ചക്രവർത്തിയാൽ നാട് കടത്തപ്പെട്ട വ്യക്തി ജീവിതങ്ങളുടെ പച്ച മാംസത്തെ കൊത്തിപ്പറിച്ച് തലയോട്ടികളും അസ്ഥികളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ പ്രതലത്തിൽ ഹല്ലേലൂയ അവന്റെ ആ ശരീരത്തെ അതെ റാഞ്ചൻ പക്ഷികൾ വട്ടമിട്ട് കൊത്തിപ്പറുക്കുവാൻ അടുക്കുമ്പോഴും ഭയം കൂടാതെ ഹല്ലേലൂയ റമന ശതര ഹതരെ. ഇന്ന് രാത്രി ഭയത്തിന്റെ നടുവിൽ അകപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതമേ, ഭയം കൂടാതെ ജീവിക്കുവാൻ നിന്നോട് കൂടെ ഇരിക്കുന്നവൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവൻ. ഹല്ലേലൂയ. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ അതിൽ ഇരിക്കും. ഹല്ലേലൂയ. അതെ, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും, അവർ അവന്റെ മുഖം കാണും, അവന്റെ നാമം അവരുടെ നെറ്റിമേലിരിക്കും. ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ഹല്ലേലൂയ. വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി എഴുതുവാൻ കൃപ ലഭിച്ച ആമേൻ അതെ യോഹന്നാൻ 7 സഭകൾക്ക് എഴുതി കൊടുത്ത വെളിപ്പാട് പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് നിവൃത്തിയാകാൻ സമയമാകുന്നതായി കൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ കുറിച്ചുള്ള ഈ അറിവ് നേരിട്ടുള്ളതാണ്. ആമേൻ. പ്രബുദ്ധതയും ആമേൻ അനുഭവത്തെയും കുറിച്ചുള്ള അറിവാ. ഹല്ലേലൂയ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളിച്ചത് ദൈവം യേശു ക്രിസ്തുവിന്റെ ആ മുഖത്തിലുള്ള തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ പ്രകാശം അനുഭവിക്കുന്നവർ, ആ പ്രകാശത്തെ ഹൃദയത്തിൽ അതേ കൊണ്ട് നടക്കുന്നവർ, ഏറ്റുവാങ്ങിയവർ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. സത്യ ദൈവം മാത്രം. ഹല്ലേലൂയ. ആമേൻ. യേശു ആമേൻ തന്നെയും പരിശുദ്ധാത്മാവിനെയും എന്ത് ചെയ്യുന്നില്ല, ഒഴിവാക്കുന്നില്ല, മാറ്റി നിർത്തുന്നില്ല. അവൻ എല്ലാ വ്യാജ ദൈവങ്ങളെയും ആമേൻ മനുഷ്യർ ഉണ്ടാക്കിയ എല്ലാ വിഗ്രഹങ്ങളെയും എന്ത് ചെയ്യുന്നു, ഒഴിവാക്കും. ഹല്ലേലൂയ. ഭക്തനായിരിക്കുന്ന ആമേൻ അതെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അവസരം ലഭിച്ച ഒരു മനുഷ്യനെ കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ എഴുതിപ്പിച്ചു, നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു, മനുഷ്യരുടെ കൈവേല തന്നെ. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, ആമേൻ അതെ മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല.
തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുമില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെപ്പോലെയാകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. ഹല്ലേലൂയ. ക്രിസ്തുദേവന്റേതാണെന്ന് പറഞ്ഞ് ഉണ്ടാക്കി അതിനെ ആമേൻ ഹല്ലേലൂയ മിണ്ടത്തില്ലെന്ന്, സ്പർശിക്കത്തില്ലെന്ന്, ആമേൻ അതെ പ്രതികരിക്കത്തില്ലെന്ന് ഇസ്രയേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. ഹല്ലേലൂയ. ഞാൻ പുരാതനമായ ഒരു ജനത്തെ സ്ഥാപിച്ചത് മുതൽ ഞാൻ എന്നെ പോലെ വിളിച്ചു പറയുകയും പ്രസ്താവിക്കുകയും എനിക്ക് വേണ്ടി ഒരുക്കി വെക്കുകയും ചെയ്യുന്നവനാ. സംഭവിക്കുന്നത് സംഭവിപ്പാനുള്ളത് അവർ പ്രസ്താവിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ഭയപ്പെടേണ്ട, പേടിക്കുകയും വേണ്ട. പണ്ടു തന്നെ ഞാൻ നിന്നോട് പ്രസ്താവിച്ച് കേൾപ്പിച്ചിട്ടില്ലയോ? നിങ്ങൾ എന്റെ സാക്ഷികളാകുന്നു. ഞാനല്ലാതെ ഒരു ദൈവമുണ്ടോ? ഒരു പാറയുമില്ല, ഞാൻ ഒരുത്തനെയും അറിയുന്നില്ല. ഇന്ന് രാത്രി ലോകത്തിന്റെ അറ്റം വരെ സാക്ഷ്യമായി പോകുവാൻ വിളിച്ചു വേർതിരിച്ച് അവിടുത്തെ അഭിഷേകത്താൽ നിറച്ച് അവിടുത്തെ ആമേൻ വചനത്തിന്റെ ആഴങ്ങൾ വെളിപ്പെടുത്തി ആമേൻ ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമാക്കായി ലോകത്തിന്റെ അറ്റം വരെ പോകുവാൻ അതെ നിയോഗം പ്രാപിച്ചിരിക്കുന്ന ആമേൻ അതെ വിശ്വസ്തനെണ്ണി ഈ വേലക്കാക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി അതെ അങ്ങനെയുള്ളവരോടായി പറയുന്നു, ഭയപ്പെടേണ്ട എന്ന്, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന്, എന്റെ ഉള്ളംകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന്. ഹല്ലേലൂയ. ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ ഇതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്. ഞാൻ യഹോവ തന്നെ, വേറൊരുത്തരും ഇല്ല. ഹല്ലേലൂയ. വാസ്തവത്തിൽ ഈ ദൈവത്തെ അറിയുന്നതിന് തുല്യമാണ് നിത്യജീവൻ ആമേൻ എന്താണെന്ന് അറിയുക. ഹല്ലേലൂയ. നിത്യജീവൻ തന്നെ അറിയുന്നത്. ഹല്ലേലൂയ. അവൻ പറയുമ്പോൾ ഹല്ലേലൂയ, അതായത് നിത്യജീവനെ കുറിച്ച് അറിയുമ്പോൾ ഈ ദൈവത്തെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? അറിയുന്നത്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. അവർ എന്നോട് ഹല്ലേലൂയ ആമേൻ നിന്റെ പിതാവ് എവിടെയെന്ന് ചോദിച്ചതിന് യേശു, നിങ്ങൾ എന്നെ ആകട്ടെ എന്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല, എന്നെ അറിഞ്ഞെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഹല്ലേലൂയ. ഫിലിപ്പോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ കർത്താവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞ് ഹല്ലേലൂയ തന്നെ അനുഗമിച്ചു. ആമേൻ. ആ കാര്യം ഒന്ന് വെളിപ്പെടുത്തി തന്ന മാത്രം മതി. ഹല്ലേലൂയ. ആ സമയത്ത് യേശു പറഞ്ഞത് ഇങ്ങനെയാ, ഞാൻ ഇത്രയും കാലം നിങ്ങളുടെ കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? ഹല്ലേലൂയ. ഇത്രയും കാലം യേശുവിനെ വിശ്വസിച്ച് ആമേൻ ജീവിച്ചിട്ട് യേശു വരുന്നതിന്റെ സൂചനകളായി വചനത്തിന്റെ അടയാളങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ പലരും ചോദിക്കുന്നുണ്ട്, യേശു ആരാ? പിതാവ് ആരാ? സ്വർഗം ഉണ്ടോ? ആമേൻ. യേശു വരുവോ? ഹല്ലേലൂയ. ഇവിടെ ഇതാ ഫിലിപ്പോസ് അങ്ങനെ ഒരു ചോദ്യം, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എങ്ങനെ? ഹല്ലേലൂയ. ഇന്നലകളിൽ ഉണ്ടായ അനർത്ഥത്തിനകത്ത് നിന്ന്, ആ പ്രതികൂലത്തിനകത്ത് നിന്ന്, ആ വലിയ കഷ്ടത്തിനകത്ത് നിന്ന് നീ വിളിച്ചപ്പോൾ ഇറങ്ങി വന്ന് നിന്നെ രക്ഷിച്ച കർത്താവിന്റെ സാന്നിധ്യം അറിഞ്ഞ അനുഭവിച്ച ഫിലിപ്പോസ് ചോദിച്ചതുപോലെ ചോദിച്ച് സമയം കളയല്ലേ? കർത്താവ് ആ ഇരിക്കുന്നിടത്ത് കൊണ്ടുപോയി ഇരുത്താമെന്ന് പറഞ്ഞ് ആ വീണ്ടും വരുമെന്ന് പറഞ്ഞ് അരുമനാഥന്റെ വരവ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശു അവനോട്, ഞാൻ ഇത്രയും കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോ നിത്യജീവൻ ഈ ഭൂമിയിലായിരിക്കുന്ന ഒരു പാപിക്ക് ലഭിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യത്തിലൂടെ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കായികയാൽ അവനെ അസത്യവാദിയാക്കുന്നു.
ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ അവന്റെ പുത്രനുണ്ട് എന്നുള്ളത് തന്നെ. ഹല്ലേലൂയ. അപ്പോൾ നിത്യജീവന് അവകാശിയാകുന്ന ഒരു വ്യക്തി യേശുവിനെ അറിയണം. യേശുവിനെ അറിയുന്നവൻ പിതാവായ ദൈവത്തെ എന്ത് ചെയ്യും? അറിയും. ആ ദൈവം ആരാണ്? പരിശുദ്ധനാണ്. ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ഭയപ്പെടേണ്ടത്. ഹല്ലേലൂയ. ആമേൻ. ഭയപ്പെട്ടിരിക്കുന്ന ഒരു ഭവനത്തിൽ എന്തായിരുന്നു ഭയം? ഏക സഹോദരൻ ദീനമായി കിടക്കുകയാണ്. ആ ദീനം ആമേൻ അതെ അവനെ ഭയത്തിലാക്കി. ഹല്ലേലൂയ. ദീനമായി കിടക്കുമ്പോൾ ആ ഭയത്തിൽ നിന്ന് രക്ഷ നേടുവാൻ നിത്യജീവന്റെ ദാതാവായ യേശു ക്രിസ്തുവിനെ അവർ അറിയിച്ചു. ഹല്ലേലൂയ. യേശു കർത്താവ് വരാൻ വൈകിപ്പോയി. ഹല്ലേലൂയ. അങ്ങനെ കല്ലറയ്ക്കകത്ത് പ്രിയരായവനെ അടക്കം ചെയ്തു. ആമേൻ. അവർ ഭയപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോഴാണ് യേശു കർത്താവ് അവിടേക്ക് വരികയാണ്. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ഇന്ന് രാത്രി നിരാശപ്പെട്ട് ഭയപ്പെട്ട് ആകുലതയോടായിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി മാതാവേ അഭിഷക്തനെ ഇന്ന് രാത്രി യേശു നിന്റെ അരികിലേക്ക് വരികയാണ്. അവനെ വെച്ചത് എവിടെ? ഇന്ന് രാത്രി നിന്റെ വിഷയത്തിലേക്ക് എന്റെ യേശു ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. അവനെ വെച്ചിരിക്കുന്നിടത്തേക്ക് അവർ യാത്രയായി. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആ യാത്രയിൽ യേശു അവളോട് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശുവുമായി ഒരുമിച്ച് നടക്കുന്ന സഹോദരിമാരോട് യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഹല്ലേലൂയ. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ഹല്ലേലൂയ. ഈ ജീവൻ ലഭിക്കുവാൻ നാം കർത്താവായ യേശുവിനെ അറിയണം. ഹല്ലേലൂയ. ആത്മീയമായ അറിവ് യഥാർത്ഥ ഒരു ദൈവ പൈതലിന്റെ ഹൃദയത്തിനകത്ത് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. അതെ, 2 പത്രോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിലൂടെ ആമേൻ പത്രോസ്ലീഹ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന തന്റെ ശിഷ്യന്മാരോടായി തന്റെ വിശ്വാസികളോടായി പറഞ്ഞത് ഇങ്ങനെയാണ്: തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദാനമായി നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അത് അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവൻ നിരാശപ്പെട്ട് ഭയപ്പെട്ടിരിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരുവിൻ. ഹല്ലേലൂയ. ആമേൻ. എങ്കിലും എന്നെ അയച്ചവനെ അവർ അറിയായിക കൊണ്ട് എന്റെ നാമനിമിത്തം ഇതൊക്കെയും നിങ്ങളോട് ചെയ്യും. ഹല്ലേലൂയ. നമ്മളെ ഉപദ്രവിക്കും, നമ്മളെ പരിഹസിക്കും, നമ്മളെ പുച്ഛിക്കും. അതിന് നിമിത്തം ഭയപ്പെടേണ്ട, അത് നിമിത്തം ഒതുങ്ങിപ്പോകേണ്ട. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഭയപ്പെടേണ്ട, കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ് തീച്ചൂളയുടെ നടുവിൽ എബ്രയ ബാലന്മാരെ എടുത്തെറിഞ്ഞപ്പോൾ അതിനകത്ത് തീർന്നു പോകുവാൻ സ്നേഹിത ദൈവം അനുവദിച്ചില്ല. ഹല്ലേലൂയ. ഈ ദൈവത്തെ കുറിച്ച് ആമേൻ അറിയുവാനാണ് പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഹല്ലേലൂയ. പുത്രനെ വിശ്വസിക്കുന്നവൻ എന്തുണ്ട്? നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. ആരാണ് നിത്യജീവൻ നൽകുന്നത്? നിത്യദൈവമാണ്. ഹല്ലേലൂയ. ആ നിത്യദൈവത്തെ ഈ ഭൂമിയിലായിരിക്കുന്ന ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും വിശ്വസിക്കുവാൻ ഇടയാകേണ്ടതിനാണ് ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ഹല്ലേലൂയ. ഈ കർത്താവായ യേശു ക്രിസ്തു വഴിയാണ് ആമേൻ നിത്യജീവനിലേക്കുള്ള. ഹല്ലേലൂയ. ഈ കർത്താവിനെ കണ്ടവൻ ആമേൻ പിതാവായ ദൈവത്തെ കാണുകയാണ്. ഈ ദൈവം പരിശുദ്ധനാണ്. അവൻ അശുദ്ധിയിൽ വസിക്കുന്ന ദൈവമല്ല, അവൻ അശുദ്ധിയിൽ വാഴുന്ന ദൈവമല്ല.
ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് നാം ഭയപ്പെടേണ്ടത്. ആ ദൈവത്തെയാണ് നാം വിശ്വസിക്കേണ്ടത്. ആ ദൈവത്തെയാണ് നാം ആരാധിക്കേണ്ടത്. ഹല്ലേലൂയ. ആ ദൈവത്തിലാണ് നാം ആശ്രയിക്കേണ്ടത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഈ ദൈവത്തെ അറിയുവാൻ ഈ ഭൂമിയിലേക്ക് പിതാവായ ദൈവം അയച്ച കർത്താവായ യേശു ക്രിസ്തു നിമിത്തം തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടുന്നതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി കൊടുക്കാമെന്ന് പറഞ്ഞ ആമേൻ ആ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുവാൻ ഇറങ്ങിത്തിരിച്ച പലരും ആമേൻ പരാജയപ്പെട്ടു പോയി. ഹല്ലേലൂയ. എരിഹോ പട്ടണം പിടിച്ചടക്കുവാൻ ചെന്നപ്പോൾ അതിന്റെ ചുറ്റും അതേ ശത്രു മതിലുകൾ അമർത്തി. ആമേൻ. അതേ ശത്രു ഉയർത്തിക്കെട്ടി. ഹല്ലേലൂയ. അത് അമർന്നു പോകുവാൻ അവർ ദൈവത്തെ വിശ്വസിച്ചു. ദൈവം പറഞ്ഞതുപോലെ അവർ ആർപ്പിട്ടപ്പോൾ മതിൽ അമർന്നു പോയി. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടച്ചാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. യഥാർത്ഥമായി ദൈവത്തെ ശരിക്കും അറിയുന്നവർ തങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ താഴ്ത്തുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. മനുഷ്യർ ദൈവത്തിന്റെ സൃഷ്ടികളാണ്. ഹല്ലേലൂയ. എല്ലാ വിധത്തിലും ദൈവത്തെക്കാൾ ഹല്ലേലൂയ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും കൊടുത്ത മനുഷ്യൻ ആ ദൈവത്തോടുകൂടെ അനന്തമായി ആ നിത്യജീവൻ അവകാശിയായി ആ നിത്യ ദൈവം വസിക്കുന്ന ആ സ്വർഗീയ പരദീസയിൽ നിത്യകാലം വാഴുവാൻ മനുഷ്യരെ കുറിച്ച് ദൈവം ആഗ്രഹിച്ച് തന്റെ പുത്രനെ ഈ ലോകത്തിലേക്കായി. ഹല്ലേലൂയ. ആ പുത്രൻ മുഖാന്തരം നിത്യജീവൻ അവകാശിയായി ഭയം കൂടാതെ ജീവിക്കുവാൻ നമ്മെ പ്രാപ്തനാക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന്റെ മുമ്പാകെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങളുടെ അകക്കണ്ണുകൾ ഒന്നും കൂടെ പ്രകാശിപ്പിക്കും. ഞങ്ങളെ കേൾപ്പിച്ച ആ ഉൾക്കാഴ്ചയുള്ളവരായി ജീവിക്കുവാൻ ഉതകുന്ന ജീവന്റെ വചനം ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദി. അങ്ങയെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് അവിടുത്തെ വചനം ഗൗരവമായി അതെ വിശ്വസിച്ചുകൊണ്ട് അതനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഇന്ന് രാത്രി ഞങ്ങളെ സമ്പൂർണമായി സമർപ്പിക്കും. യേശുവിന്റെ നാമത്തിൽ ഭയപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളും മാറിപ്പോകട്ടെ. രോഗമാണ്, കടഭാരമോ, ഞെരുക്കമോ, എന്താണ് ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി ഭയം ഉളവാക്കിക്കൊണ്ടിരിക്കുന്നത്? ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം. ശിഷ്യന്മാരുടെ പടകിന് മുമ്പിൽ ഉയർന്നു പൊങ്ങിയ തിരമാലകളെ ശാസിച്ച കർത്താവ്, അതിനെ അമർത്തിയ കർത്താവ് ഇന്ന് രാത്രി അങ്ങയുടെ മക്കളുടെ മുമ്പിലുള്ള സകല പ്രതികൂലങ്ങളെയും ശാസിക്കുവാൻ നൽകിയ അധികാരം ഉപയോഗിച്ച് യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ഭയം മാറട്ടെ. ഹല്ലേലൂയ. ആകുലത മാറട്ടെ. നിരാശകൾ മാറട്ടെ. സമാധാനം പ്രാപിക്കട്ടെ. സന്തോഷം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകും. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്ന് പറഞ്ഞ കർത്താവിന്റെ അവന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെ മേൽ അങ്ങ് ശക്തിയായി പകരണമേ. ഹല്ലേലൂയ. ജയകരമായ ഒരു ജീവിതം നയിപ്പാൻ കർത്താവ് കൃപ കൊടുത്താൽ ഭയപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളും യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുക. രോഗബന്ധനങ്ങൾ അഴിയട്ടെ. പൈശാചിക പോരുകൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്ന് രാത്രി ഭയം കൂടാതെ ജീവിക്കുവാൻ ഒരു ഭക്തനെ ആമേൻ കരുത്തുള്ള മനുഷ്യനാക്കുവാൻ ഈ ഭൂമിയിലേക്ക് പിതാവായ ദൈവം അയച്ച യേശുവിനെ അറിയാതെ പോകരുത്. അവനെ അറിയുന്നവർക്ക് നിത്യജീവനുണ്ട്. അവനെ അറിയുന്നവര് നിത്യ പിതാവായ ദൈവത്തെ അറിയുവാനും വിശ്വസിക്കുവാനും അവനെ ആരാധിക്കുവാൻ ഇടയായി. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു മടങ്ങി വരുവാൻ സമയമാകുന്നമായി. കണ്ണുനീരില്ലാത്ത, പട്ടിണിയില്ലാത്ത, ആമേൻ, അതെ, ഇലക്ട്രിസിറ്റിയോ ചിമ്മിനി വിളക്കോ മെഴുകുതിരിയോ സൂര്യനോ ഒന്നും പ്രകാശിക്കാൻ നീതി സൂര്യനായ ശോഭയോടുകൂടെ നിത്യകാലം വാഴുവാൻ സമയമാകുന്നമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാം. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ് ദൈവം അനുവദിച്ച നാളെ 11:30 മണിക്ക് ശേഷം മധ്യസ്ഥ പ്രാർത്ഥനയും ദൈവവചന ശുശ്രൂഷയുമായി സിസ്റ്റർ ഷീജ ഷിജു ലൈവിൽ കടന്നു വരുന്നതായിരിക്കും. ഇന്ന് രാത്രിയിലെ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നെങ്കിൽ
നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ 9744703489 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന പേരിൽ ഒരു യൂട്യൂബ് ഉണ്ട്. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ശുഭരാത്രി.